ഞാൻ വി എസ് കൃഷ്ണരാജ്. ഞാൻ ദുർഗാലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ഞായറാഴ്ചയാണ് കൃഷ്ണരാജ്. അതല്ലാതെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ബലിദാനി ദിവസമാണ്. ഭഗത് സിംഗ്, അതുപോലെ തന്നെ സുഖദേവ്, അതുപോലെ തന്നെ ഇവരെല്ലാവരും തൂക്കിലേറ്റപ്പെട്ട ദിവസമാണെന്ന്. അതിൻ്റെ ഓർമ്മകൾ പേറുന്ന ഒരു ദിവസമാണ്. നമുക്ക് ആമുഖങ്ങൾ അധികം വേണ്ടാന്ന് തോന്നുന്നു. നേരെ പ്രധാന വാർത്തകളിലേക്ക്. കണ്ണിൽ പൊടിയിടാൻ വീണ്ടും മുണ്ടുമുറുക്കൽ നാടകം. ചെലവ് ചുരുക്കാൻ സർക്കാർ നിർദ്ദേശം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ നടപടി. ചെലവ് ബജറ്റ് വിഹിതത്തിൽ കൂടരുതെന്നും ധനവകുപ്പ്. ജനം ബ്രേക്കിംഗ്. ഭക്തിസാന്ദ്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. സൗപർണികയിൽ ദേവിയുടെ ആറാട്ട് രാത്രി 7-ന്. വൻ ഭക്തജന തിരക്ക്. തത്സമയ കാഴ്ചകൾ ജനം ടിവിയിൽ. പ്രതിഷേധം കനപ്പിച്ച് ആശമാർ. നിരാഹാര സമരം 4ാം ദിവസം. പിന്തുണയുമായി കൂടുതൽ പേർ. കൂട്ട ഉപവാസം നാളെ. BJP പുതിയ സംസ്ഥാന അധ്യക്ഷനെ നാളെ അറിയാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന്. വൈകിട്ട് സൂക്ഷ്മ പരിശോധന. ലഹരിക്കെതിരെ വലവിരിച്ച് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഒരു മാസത്തിനിടെ 1000-ലേറെ കേസുകൾ. ഇതുവരെ 7038 കേസുകളും 7307 അറസ്റ്റും. വത്തിക്കാനിൽ സന്തോഷം പൂക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. ആശുപത്രിക്ക് മുന്നിൽ വിശ്വാസികളെ ആശീർവദിക്കും. 2 മാസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ. ലബനൻ ആക്രമണത്തിന് ഇസ്രയേലിന്റെ തിരിച്ചടി. മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരുക്ക്. ഗാസയിൽ ഹമാസ് ഭീകര നേതാവ് കൊല്ലപ്പെട്ടു. IPLനും RCBക്കും ആവേശത്തുടക്കം. കൊൽക്കത്തയെ 7 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ്. കോഹ്ലിക്കും സോൾട്ടിനും അർദ്ധ സെഞ്ചുറി. മുംബൈ ചെന്നൈ പോരാട്ടം രാത്രി 7:30. ആദ്യ കളിയിൽ ഹൈദരാബാദ് രാജസ്ഥാനെ നേരിടും. ദുർഗ, എല്ലാ ദിവസവും തുടക്കം നന്നാകണമെങ്കിൽ അത് ഭക്തി നിർഭരമോ പ്രാർത്ഥനാ നിർഭരമോ ആകണം. നമ്മൾ പതിവായി ശബരിമല ആദ്യ മിനിറ്റുകളിൽ തന്നെ നൽകുമായിരുന്നു. അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന കാര്യമാണ്. ഏതൊരു ദേവാലയത്തിലും ഏതൊരു ആരാധനാലയത്തിലും ഏതൊരു ക്ഷേത്രത്തിലും പോയാൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയുണ്ട്. ആ എനർജി ഇന്ന് നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ കൊല്ലൂരിലേക്കാണ് പോകുന്നത്. മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് അല്ലേ? കൊല്ലൂർ മൂകാംബിക ക്ഷേത്രോത്സവം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് രാത്രി 7-ന് സൗപർണികയിൽ മൂകാംബികയുടെ ആറാട്ട് നടക്കും. രാത്രി ഓലക മണ്ഡപത്തിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ ദേവീയ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കും. അശ്വാരോഹണവും മഹാപൂർണാഹുതിയും നടക്കുന്നതോടെ ഉത്സവത്തിന് രാവിലെ 9:30-ന് കൊടിയിറങ്ങും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഭക്തജന തിരക്ക്, രഥപ്രയാണം ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നെന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ? തീർച്ചയായും ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉള്ളത്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഉള്ളത്. എന്തായാലും ഈ വർഷത്തെ ക്ഷേത്ര ഉത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗപർണികയിൽ ദേവി മൂകാംബികയ്ക്ക് ഇന്ന് ആറാട്ട് നടക്കുകയാണ്. 7 മണിക്കാണ് ആറാട്ട് നടക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതുതന്നെയാണ്. നാളെ രാവിലെ 9:30 കൊടി ഇറക്കുന്നതോടെ ഈ ഒരു വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് ഭക്തർക്കുള്ളത്. ഇനി വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്
തന്നെയാണ് ഭക്തർക്കുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികളടക്കം വലിയ ഒരു തീർത്ഥാടകരുടെ നിര ഇവിടെയുണ്ട്. ഇന്നലെ രഥോത്സവം കണ്ടു. അങ്ങനെ ഒരു ഏറ്റവും പുണ്യമായ ആ ഒരു നിമിഷത്തിലൂടെയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും പോകുന്നത്. ഭക്തരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇന്ന് എന്നാണ് എത്തിയെന്നാണ്? ഞാൻ 19-ാം തീയതി എത്തി, വൈകിട്ട് എത്തി. ഇന്നിപ്പോൾ തിരിച്ച് മടങ്ങും. ഇന്നലെ രഥോത്സവം കഴിഞ്ഞ് ഇന്ന് മടങ്ങും. ആറാട്ടം നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ രഥോത്സവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മയുടെ ഈ ഒരു മണ്ണിൽ ഈ രഥോത്സവം കാണാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ രഥോത്സവത്തിനായിട്ട് എത്തിപ്പെടുന്നത് ഇവിടെ. അല്ലെങ്കിൽ എല്ലാ മാസവും 1.5 മാസം കൂടുമ്പോൾ വന്ന് അമ്മയൊന്ന് ദർശിച്ചിട്ട് പോവും. തന്നെയാണ് എല്ലാ മാസവും അമ്മയെ ദർശിക്കുന്നവരുണ്ട്, ഒരു വർഷത്തിലൊന്ന് ദർശിക്കുന്നവരുണ്ട്. എന്തായാലും അവർക്ക് കൂടി പറയാനുണ്ട്. എല്ലാ വർഷവും വരുന്നതാണോ, എങ്ങനെയാണ്? എല്ലാ വർഷവും വരുന്നതാണ്. ഇത് നമ്മളെ രഥോത്സവമാണ്. രഥോത്സവത്തിനും പിന്നെ നവമിക്കും എല്ലാ വർഷവും വരാറുണ്ട്. അമ്മയുടെ അനുഗ്രഹത്തിൽ എപ്പോൾ ഇവിടെ എത്താൻ പറ്റാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? കോട്ടയം ജില്ലയിൽ പാമ്പാടി അടുത്ത് കൂരോപ്പളയിൽ നിന്നാണ് വരുന്നത്. ഈ രഥോത്സവത്തിന് ആദ്യമായിട്ടാണോ എത്തുന്നത്? രഥോത്സവത്തിന് ആദ്യമാണ് വരുന്നത്, പക്ഷേ ഒരു വർഷത്തിൽ 3-4 തവണ ദൈവത്തെ തൊഴാൻ പറ്റാറുണ്ട്. രഥോത്സവത്തിന് എത്തിയാൽ അതൊരു പൂർവ്വജന്മ സുഹൃതമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. രഥോത്സവത്തിൽ പങ്കെടുത്തു, അതിൻ്റെ രഥം വലിക്കാൻ പറ്റി, ദേവിയുടെ നാണയം കിട്ടി, എല്ലാം ഭാഗ്യമായിട്ട് കരുതുന്നു. അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വന്നല്ലേ? തീർച്ചയായിട്ടും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവനന്തപുരം ജില്ല മലയൻകീഴ് തച്ചോട്ടുകാവ് അവിടെ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം രഥോത്സവത്തിന് വരുന്നത്. ഞങ്ങൾ 2 മാസം കൂടുമ്പോഴത്തേക്ക് ദേവിയെ ദർശിക്കാനായിട്ട് വരും. അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് വരാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ രഥം വലിക്കാൻ സാധിച്ചു, അത് തന്നെ വലിയൊരു സുഹൃതമായിട്ട് കാണുകയാണ്. ഇനിയും വരാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ്? തലയോലപ്പുറം വയ്ക്കും. എല്ലാ വർഷവും വരാറുള്ളതാണോ? എല്ലാ രഥോത്സവത്തിന് ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്, വർഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുകും, അമ്മ അനുഗ്രഹം വാങ്ങാറുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. രഥോത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്നലെ അമ്മയുടെ അനുഗ്രഹത്തെ രഥം വലിക്കാൻ സാധിച്ചു. ദൈവാനുഗ്രഹം ലോകത്തിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അമ്മയുടെ അടുത്ത് ആദ്യമായിട്ടാണ് രഥോത്സവത്തിന് വരുന്നത്. അത് ഭയങ്കര അനുഭവമായി. കാരണം ഇന്നലെ വന്നതാണ്, ഇന്നലെ രാവിലെ ഇവിടെ എത്തിയതാണ്. ഇന്നലെ 2 രഥം വലിക്കുന്ന സമയങ്ങളിലൊക്കെയും അതിൽ പങ്കെടുക്കാൻ പറ്റിയ അമ്മയുടെ വലിയ പിന്നെ അതിനോടൊപ്പം തന്നെ പുഷ്പാർച്ചന. ഇന്ന് ആ റോഡ് മുഴുവൻ വീതിയിലൂടെ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ആ രംഗം കാണാൻ പറ്റി. അതുമാത്രമല്ല, രഥത്തെ വലിക്കാനും പിന്നെ നാണയം എറിയുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ. അത് നമ്മുടെ കൈകളിലേക്ക് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതും കിട്ടിക്കഴിഞ്ഞു. സ്വർണ്ണ നാണയം പോലെ നാണയമായിരുന്നു കിട്ടിയത്, കോയൻ. അത് വളരെ അനുഭവമായിരുന്നു. കൃഷ്ണരാജ, അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. എത്രത്തോളം ഭക്തി നിർഭരമായിരുന്നു ആ ചടങ്ങുകളൊക്കെയും. എന്തായാലും ഇവിടേക്ക് ഈ ഒരു ദിവസം എത്താൻ കഴിയുക എന്നത് തന്നെയായിരുന്നു ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടി അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ തന്നെയാണ് അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വൈകിട്ട് 7 മണിക്ക് സൗപർണിക നടക്കുന്ന അമ്മ മൂകാംബികയുടെ ആറാട്ടാണ്. ആ ഒരു ആറാട്ട് കൂടിയാണ് ഭക്തരൊക്കെ തന്നെയും മടങ്ങുക. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദീർഘനേരം വരിയിൽ നിന്നാൽ മാത്രമേ അമ്മയെ ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് കൂടി ഇന്ന് മൂകാംബിക ക്ഷേത്രം സാക്ഷിയാകുകയാണ്. കൃഷ്ണരാജ്, അരുൺ വലിയൊരു മൂകാംബിക ഭക്തനാണെന്നറിയാം. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ പതിവായി മൂകാംബികയിലേക്ക് പോകാൻ കഴിയുന്ന ഒരാൾ, ഭാഗ്യം ലഭിക്കുന്ന ഒരാളുമാണ്. തൊഴുതോ? എത്ര വട്ടം? അമ്മയെ ഒരു വട്ടമാണ് തൊഴുന്നത്. എന്തായാലും വലിയൊരു തിരക്കുണ്ട്. ഞാൻ മലബാറിലേക്ക് എത്തി, അതായത് ഈ കോഴിക്കോടേക്ക് ചുമതല ഏൽക്കുന്ന ആ ഒരു സമയം വരെയും മൂകാംബികയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഒരു വലിയ നിയോഗം പോലെ തന്നെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളായി തന്നെ കൃത്യമായി ഇവിടേക്ക് എത്താനും ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ സാക്ഷിയാകാനും പറ്റി. വിദ്യാരംഭ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ പറ്റി. അമ്മയുടെ നവരാത്രി കാലത്തെ രഥോത്സവത്തിൽ സാക്ഷിയാകാൻ പറ്റി. അങ്ങനെ ഈ ഉത്സവത്തിൽ എത്താൻ പറ്റി.
പറ്റി. അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് അമ്മയുടെ കരുണയുടെ, അമ്മയുടെ കാരുണ്യത്തിൻ്റെ, അമ്മയുടെ അനുഗ്രഹ വർഷത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. ദൂരദേശങ്ങളിൽ നടക്കും വലിയ ഒരു ഭക്തജന സഞ്ചയമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ കൃഷ്ണരാജ് കണ്ടതാണ്, തത്സമയം കണ്ടതാണ് ആ ഒരു രഥോത്സവ സമയത്തെ ആ ഒരു ഭക്തരുടെ ഒരു ഒഴുക്ക്, ഒരു ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ജനസഞ്ചയം, ഭക്തജന സഞ്ചയം ഈ ഒരു സന്നിധിയിലേക്ക്, മൂകാംബിക ദേവിയുടെ ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് എത്തുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മൂകാംബിക ക്ഷേത്രം. അങ്ങനെ ഇന്നും ആ ഒരു തിരക്ക് ഇവിടെ തുടരുക തന്നെയാണ്. എന്തായാലും ദേവിയുടെ ആറാട്ട് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 9:30-ക്കാണ് കൊടിയിറക്കുന്നതോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവത്തിന് സമാപനമാകും. കൃഷ്ണരാജ്. ദുർഗ, ഞാൻ 2 വട്ടം മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ പോയിട്ടുണ്ട്. ഒന്ന് വിവാഹത്തിന് മുൻപ്, ഒന്ന് വിവാഹത്തിന് ശേഷവും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം മൂകാംബിക പോകണമെന്നായിരുന്നു. പക്ഷെ 14 വർഷം എടുത്തു. ഈ അമ്മ വിളിച്ചാലേ നമുക്കവിടെ പോകാൻ പറ്റൂ എന്നെല്ലാ ഭക്തരും പറയാറുണ്ട്. അത് മകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, ആ തിരക്കിൽ കാണാൻ പറ്റുമെന്ന്. പക്ഷേ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ക്യൂ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നേരിട്ടിങ്ങനെ മൂകാംബിക ദേവിയെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞുവെന്ന് മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സൗഭാഗ്യമാണ്. ആഗ്രഹിച്ചാൽ പോകാൻ പറ്റില്ല, അമ്മ കൂടി ക്ഷണിക്കണം നമ്മളെ അങ്ങോട്ടേക്ക് എന്നത് ശരിയാണ്. ഏതായാലും അരുൺ കൊടുങ്ങൂരിൻ്റെ ആ വാക്കുകൾ ഒന്ന് മൂകാംബികയിലേക്ക് ഒരിക്കൽ കൂടി പോകാനുള്ള ആഗ്രഹം നമുക്ക് തരുന്നതാണ്, അവിടുത്തെ ഭക്തരുടെ അഭിപ്രായങ്ങളും. ശരി, നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ദുർഗ. കണ്ണിൽ പൊടിയിടാൻ വീണ്ടും മുണ്ടുമുറുക്കൽ നാടകവുമായി ധനവകുപ്പ്. ചിലവ് നിയന്ത്രിക്കൽ സർക്കാർ നിർദ്ദേശം. വകുപ്പുകളുടെ വാഹന ഉപയോഗം നിയന്ത്രിക്കണം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടി. ജോലിയില്ലാത്ത ഡ്രൈവർമാരെ കരാർ ഡ്രൈവർമാർക്ക് പകരം പുനർവിന്യസിപ്പിക്കണം. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനം മാത്രം. വകുപ്പുകളുടെ ചിലവ് ബജറ്റ് വിഹിതത്തിൽ കൂടരുത്. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ അവസാനിപ്പിക്കണം. സർക്കാർ പരിപാടികളുടെ ചിലവ് കുറയ്ക്കണം. ഇത്തരം ചിലവുകൾ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 50% കൂടരുത്. പണം സ്വീകരിക്കുന്ന കൗണ്ടറുകൾ നിർത്തലാക്കണം. ജീവനക്കാരെ മാതൃവകുപ്പിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. ജനം ബ്രേക്കിംഗ്. കൃഷ്ണരാജ്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും സർക്കാരിന്റെ ധൂർത്ത് കുറയുന്നില്ല എന്നൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇതൊക്കെ പറച്ചിൽ മാത്രമാണ്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അടുത്ത ബെല്ലിന് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. അത് നാടകം ആരംഭിക്കാൻ പോവാണ്. കാരണം മുണ്ടുമുറുക്കൽ എന്ന് പറയുകയും സർക്കാരിൻ്റെ ആവശ്യക്കാർക്ക്, സർക്കാരിനുള്ളിൽ നിൽക്കുന്നവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിലൊരു മറ്റൊരു തെളിവ് കൂടി ഉണ്ടല്ലോ. അതായത് ഇനി ആവശ്യങ്ങൾക്കായല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ നടപടി. അപ്പോൾ ആവശ്യങ്ങൾക്കായിട്ടല്ലാതെ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് പുതിയ നിയന്ത്രണങ്ങൾ? പ്രജിത്ത്, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ പുതിയ നിയന്ത്രണങ്ങൾ, അതായത് കണ്ണിൽ പൊടിയിടൽ? കൃഷ്ണരാജ്, ഇപ്പോൾ കേൾക്കാം. കൃഷ്ണരാജ്, നമ്മൾ പലപ്പോഴും ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളുടെയൊക്കെ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു വശത്ത് നടത്തുന്ന ധൂർത്തിനെ പറ്റിയുള്ള വാർത്തകളും നിരവധി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു കർശനമായിട്ടുള്ള ഉപയോഗ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായിട്ട് ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ധനവകുപ്പ് 9 നിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും കൃഷ്ണരാജ് ആദ്യം പറഞ്ഞതുപോലെ ചില രസകരമായിട്ടുള്ള സർക്കാരിന്റെ ചില തുറന്നു പറച്ചിലുകൾ കൂടി ഈ നിർദ്ദേശങ്ങളിൽ നിന്ന്, ഈ സർക്കുലറിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു.
നൽകിയിരിക്കുന്നുണ്ട്. ഈ 9 നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. അതിൽ ഏറ്റവും ആദ്യമായി വിവിധ വകുപ്പുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം എന്നുള്ളത്. അതായത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കരുത്. ഇന്ധനം അടയ്ക്കാൻ കാശില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൃത്യമായി പറയുന്നത്. അധികം ഉപയോഗിച്ചാൽ ഇന്ധനം അടയ്ക്കാൻ കാശ് അത് അടിക്കുന്നുള്ള കാശ് കൂടുതലാകും. അതുകൊണ്ട് അധികം ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെയാണ് ഈ വാഹനങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ഓഫീസ് പരിധിക്കുള്ളിലല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതായത് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ വാഹനങ്ങളൊക്കെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തുറന്നു പറച്ചിൽ കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ ഓഫീസിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കും ഒക്കെ ഈ വാഹനങ്ങൾ കൊണ്ടുപോകരുത്. അങ്ങനെയുണ്ടെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണാധികാരിയായ ഉദ്യോഗസ്ഥരെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവ് അല്ലെങ്കിൽ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിന്റെയും വകുപ്പുകളുടെയും ഒക്കെ ഈ ബജറ്റ് അല്ലെങ്കിൽ സ്ഥിരം ചെലവുകളും സംബന്ധിച്ചാണ്. ഇത്തരം ചെലവുകൾ ഒരു കാരണവശാലും ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന വിഹിതത്തിന് പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും അധിക തുക അനുവദിക്കുന്നത് ബജറ്റ് റീഅപ്രോപ്രിയേഷൻ മാത്രമേ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നു. മൂന്നാമത്തെ നിർദ്ദേശം വരുന്നത് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഉള്ള സ്ഥാപനങ്ങൾക്ക് തുടർന്ന് നോൺ ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അധികമായി ഫണ്ട് വിതരണം ചെയ്യുന്നെങ്കിൽ തനത് ഫണ്ടിന്റെ സ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കണം എന്ന് ഈ നിർദ്ദേശത്തിൽ പറയുന്നു. മറ്റ് ഒപ്പം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം റിസോഴ്സ് ഗ്യാപ്പ് നികത്തുന്നതിന് സർക്കാർ ഗ്രാന്റുകൾ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയ്ക്ക് വായ്പ അടക്കമുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനുള്ള നടപടികൾ ഈ ഗ്രാന്റ് എയ്ഡ് സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ കടമെടുത്ത് കൂട്ടിയിരിക്കുന്നു, ഇനി നിങ്ങൾക്കും കഴിയുമെങ്കിൽ കുറച്ചുകൂടി കടമെടുക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ മൂന്നാമതായി നൽകിയിരിക്കുന്നത്. നാലാമത്തേക്ക് വരുമ്പോൾ കൃഷ്ണരാജ് വിവിധ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആ വാഹനങ്ങളില്ലാതിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉള്ള സർക്കാർ ഡ്രൈവർമാരെ ഈ കരാർ ഡ്രൈവർമാർക്ക് പകരമായി വിവിധ വകുപ്പുകളിലേക്ക് പുനർനിയമിക്കണം അല്ലെങ്കിൽ അവരെ പുനർവിന്യസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ നാലാമതായി നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്ന അഞ്ചാമതായി നൽകിയിരിക്കുന്നതാണ് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ ഈ പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് സർക്കാർ പറയുകയാണ് വിവിധ വകുപ്പുകളിൽ ഇപ്പോഴും ആവശ്യമില്ലാത്ത പദ്ധതികൾക്കായൊക്കെ പണം നൽകുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഏതുതരം പദ്ധതികളാണ് സർക്കാർ നിർത്താൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വിവിധ സർക്കാർ പരിപാടികൾ അല്ലെങ്കിൽ സെമിനാറുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം പരിപാടികൾക്ക് ആ വകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടുതൽ തുക ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സർക്കാർ നടത്തുന്ന ഓരോ വകുപ്പും നടത്തുന്ന പരിപാടികൾക്ക് ഓരോ സാമ്പത്തിക വർഷവും ആകെ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ചെലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ നിരവധി പരിപാടികൾ വരും ദിവസങ്ങളിലും ഉണ്ട്. നമ്മൾ നേരത്തെ അത് സംബന്ധിച്ച് പല വാർത്തകളും നൽകിയിട്ടുണ്ട്. ചില സൈഡിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നൊക്കെ കൈയിട്ടുവാരി പരിപാടികൾ നടത്താൻ പോകുന്നു. മറ്റ് സർക്കാർ പരിപാടികളും സെമിനാറുകളും കോൺക്ലേവുകളും ഒക്കെ സർക്കാർ എങ്ങനെയാണ് നടത്താൻ പോകുന്നത്, ഓരോ വകുപ്പിനും ഇത്തരം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ചെലവുകളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അത് പിന്നീട് കണ്ടറിയേണ്ടതുമാണ് എങ്ങനെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു നിയമന നിരോധനം എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏഴാമതായി നൽകിയിരിക്കുന്നത് അതായത് ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പല ഓഫീസുകളിലും ഓഫീസ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകൾ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ തസ്തികകളിൽ ഉള്ള ജീവനക്കാരെ അല്ലെങ്കിൽ പുതിയ നിയമനങ്ങളൊന്നും കൃത്യമായി നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി അധികമായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം നിയമനങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അത് കരാർ നിയമനങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. അതായത് PSCയെ അവിടെയും നോക്കുകുത്തിയാക്കുന്നു. ഇനി ആരെയും ജോലിക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അത് കരാർ നിയമനങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. എട്ടാമതേക്ക് വരുമ്പോൾ പക്ഷേ PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വലിയ വർധന ഉണ്ടല്ലോ. അവർക്ക് നോക്കുകുത്തിയായിരിക്കാനായിരിക്കും ഇഷ്ടം. അതെ, പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങിക്കുന്നവരാണല്ലേ PSC അംഗങ്ങൾ.
കൃഷ്ണരാജ്, എട്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ KSEB പോലെയുള്ള ഓഫീസുകളിൽ കൗണ്ടർ സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കണമെന്നും ഈ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും ആ കൗണ്ടർ സംവിധാനങ്ങളിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരെ അതത് മാതൃവകുപ്പുകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ 9ാമത്തെ നിർദ്ദേശം നിലവിലുള്ള സംസ്ഥാനത്തെ വിവിധ ഈ പറയുന്ന ധന ഉപയോഗ നിയന്ത്രണങ്ങൾ അത് തുടരുമെന്നുള്ളതും 9ാമത്തെ നിർദ്ദേശമായി സർക്കാർ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി ആദ്യം മുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു, സർക്കാർ വീണ്ടും കടമെടുക്കാനൊക്കെ പോകുകയാണ്. 25-ാം തീയതി വീണ്ടും ഒരു കടമെടുപ്പിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഈ പറയുന്ന സർക്കാരിന്റെ ദൂർത്തൊരു സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. PSC അംഗങ്ങളുടെ ശമ്പളങ്ങൾ ലക്ഷങ്ങളാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് സ്വകാര്യ കമ്പനിക്ക്, വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് സ്വകാര്യ കമ്പനിക്ക് പണം അനുവദിക്കുന്നു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ സ്റ്റാഫുകൾക്കുമൊക്കെ യാത്രാബദ്ധ കൂട്ടി നൽകുന്നു. മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് ദൂർത്തെന്ന് പൂർണ്ണമായും വിളിക്കാവുന്ന വിവിധ പരിപാടികൾക്കും പദ്ധതികൾക്കുമായിട്ടൊക്കെ കാശ് സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയിൽ കൂടി സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് ആവശ്യത്തിന് പണം വാരിക്കോരി നൽകുന്നു. സർക്കാരിന്റെ ഗുരുതരമായ സാമ്പത്തിക മിസ്മാനേജിന്റെ ഫലമായി സംസ്ഥാനം കടന്നു ചെന്നിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ വകുപ്പുകൾക്കും സർക്കാർ ജീവനക്കാർക്കും മുകളിലേക്കൊക്കെ തള്ളിയിടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹചര്യം. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്ന് പറയുന്നിടത്താണ് എനിക്ക് ഏറ്റവും ഒരു കൗതുകകരമായി തുടങ്ങിയത്. അതായത് നാളെ മുതൽ പോലീസും എക്സൈസും വനം വകുപ്പും ഒന്നും വാഹനങ്ങൾ കൊണ്ട് റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിയന്ത്രണമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിൽ പ്രസക്തമാണ്. കാരണം വാഹനങ്ങളുടെ ഉപയോഗം വകുപ്പുകൾക്ക് പലപ്പോഴും കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വാഹനങ്ങളില്ലാതെ വിവിധ വകുപ്പുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 100 കോടിയോളം വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് പോലും വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങളെ തുടർന്നാണ്. കൃത്യമായി വാഹനങ്ങളില്ലാത്തത് കൊണ്ട്, സ്പെയർ പാർട്സ് ലഭിക്കാത്തത് കൊണ്ട്, ഇന്ധനം അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും വനം വകുപ്പും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തുടങ്ങിയിട്ടുള്ള സർവീസുകളുടെ അവ ജനങ്ങളിലേക്ക് എത്തുന്നത്, അവരുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഒരു വലിയ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രജിത്ത്, അതുപോലെ ഈ നിയന്ത്രണങ്ങൾ രക്ഷയില്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണോ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ തന്നെയാണ്. കടമെടുത്ത് മുടിയുന്ന കേരളം എന്ന രീതിയിൽ നമ്മൾ കൃത്യമായ ഒരു കണക്ക് നേരത്തെ പുറത്തുവിട്ടതാണ്. അതായത് എടുക്കുന്ന വായ്പയുടെ മുഴുവൻ ഒരു 60-70% ഈ ചെലവഴിക്കപ്പെടുന്നത്, ക്ഷമിക്കണം കണക്കിൽ ചെറിയ തെറ്റുണ്ട്, 80% ചെലവഴിക്കപ്പെടുന്നത് പലിശ തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു കണക്ക് ജനൻ TV നേരത്തെ പുറത്തുവിട്ടതാണ്. അങ്ങനെ കടമെടുക്കുന്നു, ഒരു വശത്തോടുകൂടി പലിശ കൊടുക്കുന്നു, അങ്ങനെ എടുക്കുന്ന പണം ഭൂരിപക്ഷവും പലിശയ്ക്ക് കൊടുത്ത് തീർക്കുന്നതല്ലാതെ സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന രീതിയിൽ മൂലധന നിക്ഷേപത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഗുണകരമാകുന്ന രീതിയിൽ ആ പണം ഉപയോഗിക്കുന്നില്ല. ബാക്കി ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന പെൻഷൻ നൽകാനും ശമ്പളം നൽകാനും എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ പണം ഉപയോഗിക്കാനോ അത് ജനങ്ങളിലേക്ക് അത് എത്തിക്കാനോ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനെ പറ്റി സുപ്രീം കോടതി അടക്കം വലിയ വിമർശനം ഉയർത്തിയിട്ടും സർക്കാർ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ ഈ പണം ദൂർത്തടിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനോ ഉള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. നേരത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ പോലും പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും നിയന്ത്രണങ്ങളല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ വിവിധ വകുപ്പുകൾക്ക് സർക്കാർ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഈ അടുത്ത നവംബർ വരെ മറ്റൊരു ഉത്തരവ്, അതായത് ഇപ്പോൾ 100 കോടി രൂപ വാഹനങ്ങൾ വാങ്ങിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അടുത്ത ഈ 2025 നവംബർ വരെ ഒരു നിയന്ത്രണം, മറ്റൊരു ഉത്തരവായി സർക്കാരിന്റെ ഒരു നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. പുതിയ ഫർണിച്ചറുകൾ വാങ്ങുന്നതിന്, വാഹനങ്ങൾ വാങ്ങുന്നതിന്, ഓഫീസുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് എന്നിവയ്ക്കെല്ലാം നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ട്രഷറി നിയന്ത്രണവും നിലനിൽക്കുന്നു. ഈ നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാർ വീണ്ടും മുണ്ടുമുറുക്കും എന്ന് പറയുകയാണ്. പക്ഷെ അത് എത്ര കണ്ട് സാധ്യമാകും എന്നറിയില്ല. ഒരു വശത്ത് വലിയ ധൂർത്ത് നടക്കുന്നു, മറുവശത്ത് ഞങ്ങളിതാ ഈ നാടിനെ രക്ഷിക്കാൻ എല്ലാ ചെലവുകളും ചുരുക്കി ഞങ്ങൾ ലളിതമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പറയുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് പരിസമാപ്തിയാകും. ശതാബ്ദി പൂർത്തീകരിക്കുന്ന വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിനിധി സഭ അന്തിമ രൂപം നൽകി. ബൈഠക്കിന്റെ വിശദാംശങ്ങൾ സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസ്ബുളെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. ദുർഗ, 3 ദിവസമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ
അഖില ഭാരതീയ പ്രതിനിധി സഭ ബംഗളൂരുവിൽ തുടരുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ നിർണായക ബൈഠക്കിന് പരിസമാപ്തിയാകും. പ്രധാനമായും ഈ 3 ദിവസത്തെ യോഗം ചർച്ച ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന ഈ വരുന്ന വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള RSSന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഒരു അന്തിമ രൂപം നൽകുക എന്നത് തന്നെയാണ് ഈ 3 ദിവസത്തെ ബൈഠക്കിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12:30 RSSന്റെ സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ തന്നെ മാധ്യമങ്ങളെ കാണും. എല്ലാ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെയും സമാപന ദിവസം സർക്കാരിവാഹാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഇന്നലെ സഹസർക്കാരിവാഹ് അരുൺകുമാറും തുടങ്ങിയ ദിവസം ബൈഠക്കിന്റെ ആദ്യത്തെ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് മറ്റൊരു സഹസർക്കാരിവാഹായിട്ടുള്ള CR മുകുന്ദായുമാണ്. ഇന്നിപ്പോൾ സർക്കാരിവാഹ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും എന്തൊക്കെയാണ് ഈ 3 ദിവസത്തെ ബൈഠക്കിൽ എടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകും. എന്തായാലും ഈ വരുന്ന വിജയദശമി മുതൽ അടുത്ത ഒക്ടോബർ വരെയുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കൽ തന്നെയായിരുന്നു ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഒപ്പം നിർണായകമായ ഒരു പ്രമേയം ഇന്നലെ പാസാക്കിയിരുന്നു. അത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയുമായും അതോടൊപ്പം തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ സംബന്ധിച്ചുമായിരുന്നു. അതിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടണമെന്നും ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം തുടങ്ങിയ ആഹ്വാനമാണ് ഈ പ്രമേയം മുന്നോട്ട് വെച്ചത്. ദുർഗ, ഗൗതം, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ആണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ കേട്ടത്. ഈ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ അതുകൂടി കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം അത് ഏറെ നിർണായകമായ പ്രഖ്യാപനങ്ങളുടേത് കൂടിയാവില്ലേ? കൃഷ്ണരാജ്, മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ ഈ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാകും പ്രധാനമായും വിശദീകരിക്കുന്നത്. കാരണം ഈ 3 ദിവസത്തെ ബൈഠക്കിൽ ആദ്യത്തെ 2 ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ സഹസർക്കാരിവാഹമാർ നടത്തിയ പ്രതികരണങ്ങൾ, ഒന്ന് ഈ ഇന്നലെ അവതരിപ്പിച്ച പ്രമേയവുമായി ബന്ധപ്പെട്ടും ആദ്യത്തെ വാർത്താ സമ്മേളനം ഈ 3 ദിവസത്തെ ബൈഠക്കിന്റെ സ്വഭാവം എന്താകുമെന്നത് സംബന്ധിച്ചായിരുന്നു. അതിനാൽ ഇന്ന് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ ഈ ബൈഠക്കിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതായത് ശതാബ്ദി പൂർത്തീകരണ വർഷത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, നേരത്തെ തന്നെ അതിൻ്റെ സൂചനകൾ സംഘം നൽകിയിട്ടുണ്ട്. കാരണം പഞ്ചപരിവർത്തനം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമൂഹത്തിനിടയിൽ കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ശാഖകളാണ്. അതിനാൽ ആ ശാഖകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ ശാഖകൾ കൂടുതൽ സുശക്തമാക്കുക തുടങ്ങിയ അജണ്ട മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായും ശതാബ്ദി പൂർത്തീകരണ വർഷത്തിൽ നടത്താൻ സംഘം ഉദ്ദേശിക്കുന്നത്. ശാഖകളുടെ ഇപ്പോഴത്തെ കണക്കുകൾ നേരത്തെ ആദ്യ ദിവസം തന്നെ ബൈഠക്കിന്റെ ആദ്യ ദിവസം സർക്കാരിവാഹ് വാർഷിക വൃത്തം അവതരിപ്പിച്ചിരുന്നു. ആ വാർഷിക വൃത്തത്തിനകത്ത് തന്നെ നിലവിലെ ശാഖകളുടെ എണ്ണം വിശദീകരിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തിനടുത്ത് ശാഖകൾ ഇന്നിപ്പോൾ രാജ്യത്ത് നടക്കുന്നു. മാത്രമല്ല നിത്യശാഖകളുടെ എണ്ണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം 10,012 നിത്യശാഖകൾ കൂടിയിരിക്കുകയാണ്. കാരണം RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളരെ പെട്ടെന്ന് ആളുകളെ സംഘടിപ്പിക്കുവാനും ദുരന്ത മേഖലകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് വളരെ സംഘടിതമായി പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്താനും ഒക്കെ RSSന് കഴിയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതിൻ്റെ ശാഖകളാണ്. കാരണം എല്ലാ ദിവസവും സ്വയം സേവകർ 1 മണിക്കൂർ സമയം ചെലവഴിക്കുന്നു, അവർ സംഘടനയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതാണ് ശാഖയുടെ അടിസ്ഥാനം എന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഇതിൻ്റെ പ്രവർത്തകർ ഒരുമിച്ചിരിക്കുന്ന ഒരേ ഒരു സംഘടന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ RSS മാത്രമായിരിക്കും. അതിനാൽ അതിൻ്റെ നിത്യശാഖകളുടെ എണ്ണം തന്നെ വളരെ വേഗത്തിൽ കൂടുകയാണ്. കാരണം ഒരു വർഷത്തിനിടയിൽ 10,012 ശാഖകളാണ് ഭാരതത്തിൽ കൂടിയിരിക്കുന്നത്, നിത്യശാഖകൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിശാലമാകുന്നു ഓരോ വർഷം കഴിയും തോറും. പ്രത്യേകിച്ച് ശതാബ്ദി വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് 1 ലക്ഷത്തിനടുത്ത് ശാഖകളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിശാലവും കേന്ദ്രീകൃതവുമാകുകയാണ്. അതിനാൽ ഈ 3 ദിവസത്തെ ബൈഠക്കിലെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു, ഒപ്പം ശതാബ്ദി പൂർത്തീകരണ വർഷത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു വിശദാംശമായിരിക്കും ഇന്നിപ്പോൾ 12:30 ശേഷം സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണ,
വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. ദുർഗ, ദിവസങ്ങൾ ഒരു മാസം പിന്നിട്ടു. 42 ദിവസമാകുന്നു ആശമാർ നിരാശ കൊണ്ട് പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെ ഒന്ന് വന്ന് കാണൂ, അല്ലെങ്കിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കൂ, ആ വിളിക്കുന്ന ചർച്ചയിൽ ഞങ്ങളെ പരിഗണിക്കൂ. ഇത് മാത്രമാണ് അവരുടെ ആവശ്യം. അതായത് അടിസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ആശമാർ, ഒരു സംശയവും വേണ്ട. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു, അതിനുശേഷമാകട്ടെ ഗർഭിണികളുള്ള വീട്ടിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുള്ള വീട്ടിൽ, പ്രായമേറിയവർ താമസിക്കുന്ന വീട്ടിൽ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒക്കെയും സർക്കാരിൻ്റെ പ്രതിനിധിയായി നേരിട്ട് ചെല്ലുന്നത് ആശമാരാണ്. അവരൊരു പക്ഷേ മഴയോ വെയിലോ ഒന്നും പരിഗണിക്കുന്നവർ പോലുമല്ല. സ്വന്തം വീട്ടുകാര്യങ്ങൾ പോലും കൃത്യമായി നടത്തി തീർക്കാൻ കഴിയാതെ പോകുന്നവരാണ് ഈ ആവശ്യക്കാർ എന്നോർക്കണം. എന്നാൽ അവർ വലിയ പ്രതിഷേധത്തിൽ ജനം ടി വിയോട് അവർ പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടു. അതായത് സ്വന്തം വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അയൽനാട്ടിൽ പോയി ബിരിയാണി കഴിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന്. അതായത് ചെന്നൈക്ക് പോയിരിക്കുകയാണ്, അവിടെ വലിയൊരു സമ്മേളനം എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ഒന്ന് കണ്ടുകൂടെ എന്ന് ചോദിച്ചവർ മടുത്തു. അവരുടെ സമരത്തിലേക്കാണ്. ആ സമരവീര്യം ചോരുന്നില്ല. ആശമാരുടെ നിരാഹാര സമരം 4ാം ദിവസമാണ്. മാർച്ച് 24-ന് സമരവേദിയിൽ കൂട്ടുപവാസം നടത്താൻ ഒരുങ്ങുകയാണ് ആശമാർ. അതായത് നാളെ. എത്തിച്ചേരാൻ കഴിയാത്ത ആശാവർക്കർമാർ പ്രാദേശിക തലങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങളിലോ ജോലി ചെയ്യുന്ന സെൻ്ററുകളിലോ ഉപവാസ സമരം നടത്തും. അതേസമയം 42ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശാസമരം. വിവരങ്ങളുമായി ശാലിനി ഒപ്പുചേരുന്നു. ശാലിനി, ഇപ്പോഴുള്ളത് സെക്രട്ടേറിയറ്റ് നടയിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആശമാർ എന്തു പറയുന്നു? ഇനി എന്തു പറയാൻ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 42ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു. 4ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുന്നു. നാളെ മുതൽ ഉപവാസ സമരത്തിലേക്കടക്കം ആശമാർ നീങ്ങുകയാണ്. ഈ ഘട്ടത്തിലും ഒരു രീതിയിലുമുള്ള അനുരഞ്ജന നടപടികളോ അല്ലെങ്കിൽ ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു തീരുമാനമെടുത്ത് അവരെ ഈ സമരവേദിയിൽ നിന്ന് സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാനുള്ള നടപടികൾക്കോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജനം ടി വിയുടെ അടക്കം ആശമാർ പ്രതികരിച്ചതുപോലെ ഈ സമരം ഇത്രയധികം ദിവസം നീണ്ടുപോകുമ്പോഴും സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുൻപിൽ ഇവർ തുടരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമീപത്ത് തന്നെയുണ്ട്. മുഖ്യമന്ത്രി അവരെ നോക്കാനോ അവരെ ശ്രദ്ധിക്കാനോ അവരുമായി ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരെ കേൾക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിലും ആശമാർ സ്വീകരിച്ചിട്ടുള്ളത്. സമരം ഇപ്പോൾ നിരാഹാര സമര രൂപത്തിൽ മാറിയിട്ടുണ്ട്. 4 ദിവസമായി നിരാഹാര സമരം അവർ തുടരുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നുണ്ട്, അവരുടെ വീടുകളിലെ സ്ഥിതി മോശമാകുന്നുണ്ട്. ഇപ്പോഴൊന്നും ആരോഗ്യമന്ത്രി പോലും കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വൈകാരികമായി ഇവരെ കാണുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇവരെ അപമാനിക്കുന്ന സമീപനം ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ മന്ത്രിമാരും ഇടതുപക്ഷ പ്രതിനിധികളും സ്വീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ അപമാനകരമാണ് എന്ന് തന്നെയാണ് ഈ ആശമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഈ സമരം ഇപ്പോൾ 42ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 2 ഘട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ നിന്ന് നടന്നുവെങ്കിലും അത് പേരിന് മാത്രം ഒരു ചർച്ചയായി ഒതുങ്ങുകയായിരുന്നു. കൃത്യമായ നടപടി സ്വീകരിക്കാനോ അവർ ആവശ്യപ്പെടുന്ന വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകാനോ അവരുടെ ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഇടപെടൽ നടത്തേണ്ടത് കേന്ദ്രം ഇടപെടുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണം, പക്ഷേ അതിൽ കൃത്യമായി സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും നാളെ സമരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നാളെ PHCകൾക്ക് മുൻപിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ആശമാർ നീങ്ങും. ഇവിടെ ഉപവാസ സമരമായിരിക്കും നാളെ ഉണ്ടാവുക. ആ ഉപവാസ സമരത്തിൽ എത്താൻ കഴിയാത്തവരെ നാളെ PHCകളുടെ മുന്നിൽ ഉപവാസവും പ്രതിഷേധവും ഒക്കെയായി നീങ്ങുകയും ചെയ്യും. എന്തായാലും ആനുകൂല്യങ്ങൾ അതായത് എല്ലാവരും ഒരേയിടത്ത് ഒത്തുകൂടിയില്ലെങ്കിലും പ്രതിഷേധിക്കുക, തീരുമാനിക്കുന്നത് നടപ്പിലാക്കുക, അതുമാത്രമേ ആശമാർ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ പല രൂപത്തിലുള്ള സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പടിയിൽ കണ്ടിട്ടുള്ളൂ. ഒരു പക്ഷേ ഈ 42 ദിവസം നീണ്ടു നിൽക്കുന്ന പൂർണ്ണമായും വനിതകൾ, പ്രത്യേകിച്ച് ആശാ വർക്കർമാർ നയിക്കുന്ന ഒരു സമരം നമ്മൾ മുൻപെങ്ങും ഈ നിയമസഭയുടെയോ സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. സമാനമായ രീതിയിൽ തന്നെ അവർ സമീപനം പാലിച്ച് ഒപ്പം തന്നെ അക്രമ സ്വഭാവങ്ങളൊന്നും കാണിക്കാതെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മഹിളാ സംഗമങ്ങൾ ഇവിടെ നടത്തിയിരുന്നു, കൂടാതെ റോഡ് ഉപരോധിച്ച് അവർ സമരം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അക്രമ
രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോൾ അത്രത്തെ അധികം സമാധാനപരമായി നടത്തുന്ന ഒരു സമരത്തെ എന്തുകൊണ്ട് സർക്കാർ കേൾക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. 234 രൂപ പ്രതിദിന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തങ്ങൾക്ക് കഴിയില്ല. കാരണം അത്രയധികം ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുന്നില്ല. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ആരോഗ്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ജീവനക്കാരല്ല, അവരൊരു വോളണ്ടിയറാണ്. സ്വാഭാവികമായും ആ വോളണ്ടിയർ പരിധിയിൽ നിന്ന് ഓണറേറിയം മാത്രമാണ് നൽകാൻ കഴിയുക. പക്ഷേ ആ നൽകുന്ന ഓണറേറിയം 7000 നിന്ന് 21,000 രൂപയിലേക്കൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇപ്പോഴും ഈ സമരം ഇവിടെ തുടരുന്നത്. നാളെ എന്തായാലും ഈ സമരത്തിൻ്റെ രൂപം മാറും, മുഖം മാറും. ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷേ പണിമുടക്കിക്കൊണ്ട് ഇവർ സമരം നടത്തിയിരുന്നു. അതിനെതിരെ പ്രതികൂല നടപടികൾ സർക്കാർ തലത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പല ആശമാരെയും പേടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാതെയാണ് ആശമാർ ഇവിടെ നിരാഹാര സമരം തുടരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ ഈ ഉപവാസ സമരമടക്കം ഇവിടെ നടക്കുമ്പോൾ PHCകൾക്ക് മുൻപിലും പ്രത്യക്ഷ സമരത്തിലേക്ക് ആശമാർ നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്തംഭനാവസ്ഥ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം കൊറോണ കാലത്തും നിപ്പ വന്നപ്പോഴും ഒക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ 1ാം സ്ഥാനത്താണ് കേരളം എന്ന് ആരോഗ്യമന്ത്രിയും സർക്കാരും അവകാശപ്പെടുമ്പോൾ ആ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ച ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളാണ്, ജോലി ചെയ്തവരാണ് ഇന്ന് ഇവിടെ പട്ടിണി കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ പട്ടിണി പാവങ്ങളെ കേൾക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും മുഖം മാറുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ആശമാർ നൽകുന്നത്. കൃഷ്ണരാജ്. ശരി ശാലിനി, ഏതായാലും ആശമാരുടെ സമരം കേരളത്തിലാണ് കൃഷ്ണരാജ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. അതെ, നാളെ കൂട്ടുപവാസത്തിന് അവർ ഒരുങ്ങുകയാണ്. അവർ ഓരോ ദിനവും ഞങ്ങളെ കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും, അല്ലാതെ വെറുതെ ഇവിടെ വന്ന് ഒത്തുകൂടിയതല്ല, പ്രതിഷേധിക്കാനാണ്, അവകാശം ചോദിച്ചു വാങ്ങാനാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തന്നെ അവരെ അധിക്ഷേപിക്കുന്നതും അതെ, തുടരെ അധിക്ഷേപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദു അടക്കം എത്ര പരിഹാസങ്ങളാണ് അവർ കേട്ടത്. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിക്ക് നേരെ പറഞ്ഞത് ഞങ്ങൾ വന്ന് കണ്ടാൽ എന്താ എന്ന ചോദ്യം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ്. നിങ്ങൾ ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഇടങ്ങളിൽ ഉപവസിക്കൂ എന്നാണ്. വലിയൊരു മെസ്സേജാണ്. ശരിക്കും ഒരു സമരത്തിൻ്റെ ശരിയായ സന്ദേശമാണ്, പ്രതിഷേധത്തിൻ്റെ ശരിയായ സൂചനയാണ് അവർ നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ചിരിച്ചുകൊണ്ട് കഴിമരത്തിലേക്ക് നടന്നെടുത്തവർ, മരണത്തിനപ്പുറം അനേകായിരം ഭാരതീയർക്ക് പ്രചോദനമായി ജീവിതവും മരണവും ഭാരതാംബയ്ക്ക് സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ. ഇന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ബലിദാൻ ദിനം. ഭാരത സ്വാതന്ത്ര്യ സമരത്തിലെ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന അഗ്നി നക്ഷത്രങ്ങളായി ഈ ധീര ദേശാഭിമാനികൾ ജനമനസ്സുകളിൽ കുടികൊള്ളുന്നു. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഭാരതപുത്രന്മാരുടെ സ്മരണയിലാണ് ഇന്ന് രാജ്യം. ഇന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് താപ്പർ ബലിദാന ദിനം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് താപ്പർ ഭാരതത്തിലെ ഓരോ മൺതരികൾക്കും സുപരിചിതമായ പേരുകൾ. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന അഗ്നി നക്ഷത്രങ്ങൾ. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സായുധ വിപ്ലവം നടത്തിയ ധീരദേശാഭിമാനികൾ. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികൾ. ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗും കൂട്ടരും പോലീസിന് കീഴടങ്ങി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ബ്രിട്ടീഷ് അധികാരികൾ തിരിച്ചറിയട്ടെ എന്നു കരുതിയാണ് ഭഗത് സിംഗും കൂട്ടരും കീഴടങ്ങിയത്. വിചാരണയ്ക്കൊടുവിൽ ഭാരതത്തിന്റെ ധീരപുത്രന്മാരെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടു. വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി ജയിലറകളിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ 3 ദേശാഭിമാനികളെയും സഹതടവുകാർ ലാഹോർ സെൻട്രൽ ജയിലിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യം ചെയ്തു. 1931 മാർച്ച് 23-ന് ലാഹോറിലെ സെൻട്രൽ ജയിലിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ 3 ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര ഭടന്മാർ തൂക്കിലേറ്റപ്പെട്ടു. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അടിമത്തമോ മരണം എന്ന സന്ദേശം നൽകി
അവർ ഭാവി ഭാരതത്തിനായി അനശ്വരന്മാരായി മാറി. യഥാർത്ഥത്തിൽ മാർച്ച് 24-നായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടത്. എന്നാൽ ബലിദാനികൾക്ക് ലഭിക്കാൻ പോകുന്ന പിന്തുണ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ദിവസം മുൻപേ ശിക്ഷ നടപ്പാക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവ് ഥാപ്പറിന്റെയും പട്ടടകളിൽ നിന്നും കൊളുത്തിയെടുത്ത ദീപശിഖ പിൻഗാമികൾ ഏകസ്ഥിതമായി ഏറ്റുവാങ്ങിയതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ധീരബലിദാനികളെ, നിങ്ങൾക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ ശതകോടി പ്രണാമം. BJP സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നാളെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള BJP അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പുതിയ അധ്യക്ഷനെ ആരെന്ന് നാളെ നമുക്കറിയാം. അതിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി. വൈകുന്നേരം 4 മണിക്ക് സൂക്ഷ്മ പരിശോധന നടക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നാളെ രാവിലെ ഉണ്ടാകും. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? കൃഷ്ണരാജ, ആരെയും തലയും കെട്ടുമുറുക്കി തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടൊക്കെയാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷന്മാർ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെയും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ജില്ലാ അധ്യക്ഷന്മാരെ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം 30 ജില്ലാ അധ്യക്ഷന്മാരെ സംസ്ഥാനത്ത് തെരഞ്ഞെടുത്തിരുന്നു. ഇവരുടെയൊക്കെ ചുമതല ഏൽക്കലടക്കമുള്ള നടപടികൾ കഴിയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതലാണ്. ഇന്ന് 3 മണി മുതൽ 4 മണി വരെ ഈ ഒരു നടപടി പൂർത്തിയാക്കാൻ സംസ്ഥാന ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരണാധികാരിയും അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ്. നാളെയാണ് ഇന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. ഈ 4 മണിക്ക് ശേഷം സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാകും. അതിനുശേഷം നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. ഇന്ന് രാവിലെ BJPയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ കോർ കമ്മിറ്റി യോഗത്തിൽ ആരൊക്കെ മത്സരിക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJPയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ 2020 മുതൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയിൽ ഉള്ള വ്യക്തി K. സുരേന്ദ്രനാണ്. സ്വാഭാവികമായും അദ്ദേഹം മാറുമോ, പുതിയൊരു അധ്യക്ഷൻ ഈ സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെയാണ് ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ അതിന് എല്ലാ രീതിയിലും തയ്യാറെടുക്കുകയാണ് സംസ്ഥാന നേതൃത്വം. അതിന് കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പോഴും യുവാക്കൾക്ക് പ്രാധാന്യം നൽകി, സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു സംസ്ഥാന വ്യാപകമായി നടന്നത്. മറ്റ് ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇല്ലാത്ത രീതിയിൽ ഓരോ ജില്ലയിലും ഓരോ സോണുകൾ തിരിച്ച് ഏകദേശം 30 ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. അവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിന് പിന്നാലെയാണ് ആ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാൻ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കാൻ ഇന്നലെ വൈകിട്ടോടുകൂടി വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആരായിരിക്കും ഈ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ആകാംക്ഷയാണ്. പെട്ടെന്നുള്ളൊരു വിജ്ഞാപനമാണ്. സ്വാഭാവികമായും ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളൊരു ആകാംക്ഷ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു ക്ലൈമാക്സ്, അതിനൊക്കെ ഒരു ഉത്തരം നാളെ രാവിലെ 11 മണിയോടെ ലഭിക്കും. എന്തായാലും ഇന്ന് രാവിലെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഉച്ചയ്ക്ക് നാമനിർദ്ദേശ പത്രിക നൽകും. വൈകിട്ടോടുകൂടി സൂക്ഷ്മ പരിശോധന, നാളെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. കൃഷ്ണരാജ്, നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നാണ്, സൂക്ഷ്മ പരിശോധനയും ഇന്നാണ്. നാളെ അറിയാം BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആര് എന്ന്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് അവകാശപ്പെട്ട പ്രശാന്തിനെതിരെ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവീൻ ബാബുവിനെതിരായ ചില പരാതികൾ ഉയർന്നുവെന്ന് CPM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ വാദവും
പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ പൊളിയുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നു. അനഘ, വിവരങ്ങൾ. ദുർഗ, ഈ കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങി, അതായത് പെട്രോൾ പമ്പിന്റെ NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയെന്നുമാണ് ഈ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള പ്രശാന്തൻ അന്ന് നവീൻ ബാബു ഭരിച്ച ഒക്ടോബർ 15-ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വാദം പൊളിയുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന പോലീസിനോട് നൽകിയ ചോദ്യത്തിന് അങ്ങനെ ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഔദ്യോഗിക കത്തിലുള്ള മറുപടി. അതായത് ഈ പ്രശാന്തൻ അന്ന് ഈ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ദിവസം ഒക്ടോബർ 15-ന് ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യാജമായിരുന്നു എന്ന് തെളിയുകയാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർത്തിയ ഈ ഒരു വ്യാജ പരാതി ഈ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർത്തിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പരാതി അടക്കം ഉള്ള ഒരു കാര്യം, ഈ പരാതി അടക്കം ബോധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കത്ത് നൽകിയിട്ടുണ്ട് എന്നുകൂടി പ്രശാന്തൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനായ ജെയ്സൺ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നിരിക്കുന്ന പരാതി, ഈ വ്യാജ പരാതിക്കുമേൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ നൽകിയിരിക്കുന്നത് ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ജയ്സിംഗ് ആണ്. ഈ ജയ്സിംഗിനാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു കത്ത്, ഈ വ്യാജ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് CPM കേന്ദ്രത്തിൽ നിന്നാണ് എന്നൊരു ആരോപണം അന്ന് മുതൽ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഈ കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ പരാതിയോ മറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ജെയ്സൺ തന്നെ ഈ കളക്ടറോടും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അടക്കമുള്ളവർക്കും ഒക്കെ തന്നെ ഒരു വിവരാവകാശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരാവകാശ രേഖയിലൊക്കെ തന്നെ ഈ ജോലിയിലിരിക്കുന്ന ആ നെടുനീള കാലയളവിൽ ഒന്നിൽ പോലും ഈ നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്ന വിവരാവകാശ രേഖയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ഈ CPM നേതൃത്വം അടക്കം ഉയർത്തിക്കാണിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വ്യാജമായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷ്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നു. ശാലിനി, ഒരേ സമയമാണ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് വന്നത് അൾട്രാവയലറ്റ് രശ്മികളുടെ വികിരണ തോത് വളരെ കൂടുന്നു, ജാഗ്രത വേണമെന്നാണ്. മറുവശത്ത് പെരുമഴ, മാത്രമല്ല ഇടിമിന്നൽ, കാറ്റ്. അപ്പോൾ അന്തരീക്ഷമാകെ മാറിയ ഒരവസ്ഥയാണ്, അതിൻ്റെ സൂചനയാണ് അല്ലേ? കൃഷ്ണരാജ്, സംസ്ഥാനത്ത് വീണ്ടും വേനൽ മഴ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി വൈകിയാണ് മഴ ശക്തമായതെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങൾ കൂടി ആ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടിനൊരു ആശ്വാസം ലഭ്യമാകുന്നുണ്ട് എങ്കിൽ പോലും ആശങ്ക ഉയർത്തുന്നുമുണ്ട്. കാരണം ഇടിമിന്നൽ സാധ്യതാ പ്രവചനമൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഇടിമിന്നൽ മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. വരുന്ന 2 ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ബുള്ളറ്റിനിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് 2 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. മലപ്പുറം, വയനാട് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 64
മില്ലിമീറ്റർ മുതൽ 120 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭ്യമായേക്കാം ഈ സമയങ്ങളിൽ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കണം. ഈ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഈ വേനൽ മഴ സമയത്തില്ല എങ്കിൽ പോലും ഇടിമിന്നൽ അത് ശ്രദ്ധയോടുകൂടി തന്നെ നോക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പകൽ സമയത്ത് ചൂട് കൂടുന്നു. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു കാലാവസ്ഥാ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത്. അത് അപകടകരമാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അപ്പം തന്നെ മത്സ്യബന്ധനത്തിനൊന്നും നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വിലക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. മഴ ശക്തമായി പെയ്യും എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ രാത്രി വൈകി വന്ന ബുള്ളറ്റിലാണ് മലപ്പുറം, വയനാട് ജില്ലകൾക്ക് അലർട്ട്. 10 മണിക്ക് വരുന്ന പുതിയ മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ചൂടിന് ആശ്വാസം നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിയാർജിക്കുകയാണ്. കൃഷ്ണരാജ്, മഴ കനക്കും, വേനൽ മഴ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. ആലപ്പുഴയിൽ തെങ്ങ് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചേർത്തല സ്വദേശി മല്ലികയാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തെ തെങ്ങ് ഒടിഞ്ഞ് മല്ലികയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, രാവിലെ തന്നെ വളരെ ദാരുണമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. പാണാവള്ളി സ്വദേശിയായ വീട്ടമ്മയ്ക്കാണ് തെങ്ങ് വീണ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന വൃന്ദാഭവനിൽ മല്ലിക, ഇവർക്ക് 53 വയസ്സായിരുന്നു. മല്ലികയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് സമീപത്ത് നിന്ന് തെങ്ങ് മല്ലികയുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. തെങ്ങ് വീണ് ഗുരുതരമായി പരിക്കേറ്റ മല്ലികയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന് സമീപം നിന്ന തെങ്ങ് അപകടമുണ്ടാക്കുന്നതായി തൊട്ടടുത്ത വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും അത് മാറ്റിയിരുന്നില്ല. അങ്ങനെയാണ് ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ ഈ തെങ്ങ് മല്ലികയുടെ ശരീരത്തിലേക്ക് വട്ടം ഒടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ തന്നെ മല്ലികയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദുർഗ, പുത്തൻ പുലരി 1 മണിക്കൂർ പിന്നിടുന്നു. അപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ സുപ്രധാനമായ ചില വാർത്തകൾ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. ലഹരി വ്യാപനത്തിൽ സർക്കാരിനെ വിമർശിച്ച് KCBC. മദ്യലഹരിയിൽ നാടിനെ മുക്കിക്കൊല്ലാൻ അണിയറ നീക്കങ്ങളെന്ന് വിമർശനം. ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും പള്ളികളിൽ സർക്കുലർ. കണ്ണിൽ പൊടിയിടാൻ വീണ്ടും മുണ്ടുമുറുക്കൽ നാടകം. ചെലവ് ചുരുക്കാൻ സർക്കാർ നിർദ്ദേശം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ നടപടി. ചെലവ് ബഡ്ജറ്റ് വിഹിതത്തിൽ കൂടരുതെന്നും ധനവകുപ്പ്. ജനം ബ്രേക്കിംഗ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM പ്രതിരോധത്തിൽ. ആരോപണ വിധേയനായ പ്രശാന്തിനെതിരെ അന്വേഷണമില്ല. നവീൻ ബാബുവിനെതിരെ പരാതികളുണ്ടെന്ന പാർട്ടി ജില്ലാ ഘടകത്തിന്റെ വാദവും തെറ്റ്. പ്രതിഷേധം കനപ്പിച്ച് ആശമാർ. നിരാഹാര സമരം 4-ാം ദിവസത്തിലേക്ക്. പിന്തുണയുമായി കൂടുതൽ പേർ. കൂട്ട ഉപവാസം നാളെ. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നാളെ അറിയാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് സൂക്ഷ്മ പരിശോധന. ലബനൻ ആക്രമണത്തിന് ഇസ്രായേലിന്റെ തിരിച്ചടി. മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്ക്. ഗാസയിൽ ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടു.
ഭക്തിസാന്ദ്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. സൗപർണികയിൽ ദേവിയുടെ ആറാട്ട് രാത്രി 7-ന്. വൻ ഭക്തജനത്തിരക്ക്. തത്സമയ കാഴ്ചകൾ ജനം TV. IPL-നും RCB-ക്കും ആവേശ തുടക്കം. കൊൽക്കത്തയെ 7 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ്. കോഹ്ലിക്കും സാൾട്ടിനും അർദ്ധ സെഞ്ചുറി. മുംബൈ ചെന്നൈ പോരാട്ടം രാത്രി 7:30-ന്. ആദ്യ കളി ഹൈദരാബാദ് രാജസ്ഥാനെ നേരിടും. സംസ്ഥാനത്ത് ഉയർന്നുവരുന്ന മദ്യലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ സർക്കുലർ പുറത്തിറക്കി KCBC. അതായത് സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശനമുന്നയിക്കുകയാണ് KCBC. മദ്യവിരുദ്ധ സമിതി ഇന്ന് പള്ളികളിൽ സർക്കുലർ വായിച്ചു. സംസ്ഥാനത്തെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് സർക്കുലറിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ഒപ്പം ചേരുന്നുണ്ട്. കിരൺ കുമാർ, എന്താണ് സർക്കുലറിൽ പറയുന്നത്? കൃഷ്ണരാജ്, നാടിനെ ലഹരിയിൽ മുക്കിക്കൊല്ലാനായിട്ട് ശ്രമം നടക്കുന്നു എന്ന ആരോപണമാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി ഈ സർക്കുലറിൽ ആരോപിക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കി വരുന്ന ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം ഈ സർക്കുലറിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പള്ളികളിൽ വായിക്കാനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിലാണ് ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നത്. ഇന്ന് മദ്യവിരുദ്ധ ദിനമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് KCBC പള്ളികളിൽ ഈ ഇത്തരത്തിലൊരു സർക്കുലർ വായിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. ഇത് പല പള്ളികളിലും ഈ സർക്കുലർ വായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ലഹരിയുടെ വ്യാപനമുണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടികളടക്കമുള്ള ഗുണ്ടാ സംഘങ്ങൾ വളർന്നു വരികയും ലഹരിക്ക് വേണ്ടി അക്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടും തന്നെയാണ് സർക്കുലറിൽ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെ തടയിടുന്നതിന് വേണ്ടി സർക്കാർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഏതായാലും ഈ സർക്കുലറിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ഈ മദ്യവിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പള്ളികളിലെല്ലാം തന്നെ ഈ സർക്കുലറും വായിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, വലിയ വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. അതായത് ഈ അതിഥി തൊഴിലാളികളെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. കിരൺ, തീർച്ചയായിട്ടും കൃഷ്ണരാജ് ആ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട പല ലഹരി കേസുകളിലെ മുഖ്യ കണ്ണികൾ എത്തിച്ചെല്ലുന്നത് ഈ വിവിധ ഭാഷാ തൊഴിലാളികളിലേക്കാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കൃത്യമായ ഒരു പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി KCBC മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ അടക്കം ഈ സംസ്ഥാനത്ത് എത്തിയിട്ടുള്ള ഈ വിവിധ ഭാഷാ തൊഴിലാളികളുടെ ഇവരുടെ പശ്ചാത്തലത്തിലൊക്കെ പരിശോധന വേണം എന്നടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന സമയത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കൂടി ഇവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് KCBC മുന്നോട്ട് വെക്കുന്നത്. ഈ സംസ്ഥാനത്തെ ലഹരിയുടെ ഈ ഒരു വിതരണത്തിന് പിന്നിൽ ഇത്തരത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികളുടെ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ KCBC പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഈ ഒരു വിവിധ ഭാഷാ തൊഴിലാളികളിൽ കൂടുതൽ പരിശോധന വേണം എന്ന് തന്നെയാണ് സർക്കുലറിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ സർക്കുലർ ഇന്ന് പള്ളിയിൽ വായിക്കുകയാണ്. ഒപ്പം തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഈ മത പഠന ക്ലാസ്സുകൾ ഇവയിലടക്കം ഈ കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകണം. അവിടെ എത്തുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങളിൽ പ്രത്യേകം ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവരെ കൂടി പങ്കാളികളാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും ഈ സർക്കുലറിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിന് വലിയൊരു വിമർശനമുണ്ട്. ഒപ്പം തന്നെ ഈ വിവിധ ഭാഷാ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ ഇവരുടെ കാര്യത്തിൽ കൂടി കൂടുതലായിട്ടുള്ള ഒരു പരിശോധന വേണമെന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഈ KCBCയുടെ മദ്യവിരുദ്ധ സമിതി പുറത്തിറക്കിയിട്ടുള്ള ഈ സർക്കുലറിൽ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല കിരൺ, ഈ സ്കൂൾ കോളേജ് തലങ്ങളിൽ മതബോധന ക്ലാസ്സുകളിലൊക്കെ ലഹരി വിരുദ്ധത പഠിപ്പിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബോധവൽക്കരണം ശരിയായ രീതിയിലല്ല നടക്കുന്നത്. അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം.
കൃത്യമായി അത് പിന്തുടരണം, അങ്ങനെ കൂടി പറയുന്നില്ലേ സർക്കുലർ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അത് തന്നെയാണ് ഈ സർക്കുലറിൽ ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, നിരവധി പരിപാടികൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, എക്സൈസിൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തി വരുന്നുണ്ട്. എന്നിട്ട് പോലും സംസ്ഥാനത്ത് വീണ്ടും ഈ ലഹരിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെതിരായിട്ട് ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൂടി ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂടി പഠന ക്ലാസ്സുകൾ ആരംഭിക്കണം, അല്ലെങ്കിൽ അത്തരം പ്രത്യേക ക്ലാസ്സുകൾ നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് KCBC മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള മത പഠന ക്ലാസ്സുകളിൽ, മറ്റ് സ്കൂളുകളിൽ എല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളിൽ ഈ കാര്യങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ സർക്കുലറിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇടവകകളിൽ ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് സർക്കുലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും ഇടവകയിലെ അംഗങ്ങളെല്ലാം തന്നെ ഒത്തുകൂടുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയത്ത് തന്നെയാണ് ഈ ഒരു സർക്കുലർ വായിക്കാനായിട്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് KCBC ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാരിനെ വിമർശിച്ച് KCBCയുടെ സർക്കുലർ വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. ജമ്മു കാശ്മീരിൽ AAP MLAയുടെ ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം. ഹിന്ദുക്കൾ മദ്യത്തിന് അടിമകളാണെന്നായിരുന്നു പരാമർശം. മെഹ്രാജ് മാലിക്കിന്റെ പ്രസ്താവനയാണ് വിവാദമായത്. लूटेगा, हाँ वही मैं कह रहा, तभी तो बीजेपी को वो तो हिंदुत्व के नाम पे राजनीति भी करती है, राजनीति भी करती है और खेल भी खेलती है। मुसलमान का जहां नाम आ जाए, वहां पे हंगामा बोलेंगे, लेकिन लूटने वाला जब लाठियां हिंदू पे पड़ती है तब ये नहीं बोलेंगे। जब नौजवान नशा लेता है, जिस नशा को इन्होंने बेचा है, तब इनको फिक्र नहीं है। पूछो शराब की दुकानें बंद करेंगे ना, हमें नहीं करनी, क्योंकि हिंदू तो पीता है, वो तो त्योहार में भी पीता, वो तो शादी में भी पीता, उसे तो लत लगाई है, उसे छुड़वाना नहीं चाहते हैं, ये तो शौक रखते हैं। भाई पॉलिटिशियन का धर्म नहीं है, पहली मेरी बात सुन लीजिए, पॉलिटिशियन का कोई धर्म नहीं है। വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുന്നു. ഗൗതം, നിരന്തരമായി AAPയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു ഹിന്ദു വിരുദ്ധത തന്നെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? ദുർഗ, ഈ ആം ആദ്മി പാർട്ടി മുൻപും ഇത്തരം ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ അവരുടെ പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഉദാഹരണമാണ് ഈ ജമ്മു കാശ്മീരിലെ ആം ആദ്മി പാർട്ടിയുടെ ഏക MLA ആയിട്ടുള്ള മെഹ്രാജ് മാലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് തന്നെ അതിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ മെഹ്രാജ് മാലിക് ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. അതായത് ഹിന്ദുക്കൾ മുഴുകുടിയന്മാരാണ് എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഹിന്ദുക്കൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, മദ്യത്തിന് അടിമകളാണ് ഹിന്ദു സമൂഹം. ഈ വിശേഷ ദിവസങ്ങളിൽ, ആഘോഷ ദിവസങ്ങളിലും കല്യാണ ദിവസങ്ങളിലും എല്ലാം ഇവർ മദ്യപിച്ച് ആറാടുകയാണ്. അങ്ങനെ ഇവർ മദ്യത്തിന് അടിമകളായതുകൊണ്ടാണ് ഹിന്ദു സമൂഹം മദ്യക്കടകൾ അടച്ചിടാത്തത് എന്നൊരു പ്രസ്താവന ഇയാൾ നടത്തുകയായിരുന്നു. എന്തായാലും മെഹ്രാജ് മാലിക്കിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം ജമ്മു കാശ്മീരിലെങ്ങും നടക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇയാൾ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നു. മെഹ്രാജ് മാലിക് മുൻപും സമാനമായ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ദേശവിരുദ്ധമെന്ന തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇയാളെയാണ് ആം ആദ്മി പാർട്ടി ജമ്മു കാശ്മീരിലെ ഡോറ മണ്ഡലത്തിൽ നിർത്തി 4000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇയാൾ വിജയിച്ചു കയറിയത്. എന്തായാലും ഇയാൾ നടത്തിയിരിക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ പരാമർശത്തിനെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് ജമ്മു മേഖലയിൽ ആഞ്ഞടിക്കുന്നത്. ദുർഗ, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവായിരുന്ന സലാ അൽ ബെർദവിയിൽ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസ് മേഖലയിൽ നടന്ന ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അതിനിടെ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ 8 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ലെബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സൈനിക നടപടി. വിവരങ്ങളുമായി
ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, രണ്ടു കാര്യങ്ങൾ. അതിലൊന്നാമത്തേത്, തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ കൊല്ലപ്പെടുന്നു. വിവരങ്ങൾ. തീർച്ചയായും കൃഷ്ണരാജ്, ഈ ഹമാസിനെതിരെ അതിശക്തമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബന്ദികളുടെ മോചനം തന്നെയാണ്. 50-ലേറെ ബന്ദികളെ ഇപ്പോഴും ഹമാസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. ഇവരുടെ മോചനം സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുക്കാനുള്ളൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ഇസ്രായേൽ ഏറ്റെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെയാണ് അതിശക്തമായ ആക്രമണം തുടരുന്നത്. നമുക്കറിയാവുന്നതാണ് 8 പേർ ഇന്ന് കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ എന്നാണ് മനസ്സിലായത്. 100-ലേറെ പേർക്ക് ഇന്നും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിശക്തമായ ആക്രമണം തെക്കൻ ഗാസയിലും അതുപോലെ തന്നെ മധ്യഗാസയിൽ ഒരു സൈനിക വിന്യാസം, അതായത് കരസേനയുടെ വിന്യാസം തന്നെ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെർസയും ഇടനാഴിയൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹമാസ് വീണ്ടും ശക്തീകരിക്കുന്ന ചില നീക്കങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഹമാസിൻ്റെ ശാക്തീകരണ നീക്കങ്ങൾ നടക്കുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായൊരു ആക്രമണത്തിനെ ഇസ്രായേൽ തുനിഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് സലാൽ ബർദവിയിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ വിഭാഗം, അതായത് ഹമാസ് പ്രവർത്തിക്കുന്നത് ഒരു മിലീഷ്യയായും അതേസമയം ചില രാഷ്ട്രീയ സംവിധാനങ്ങളുമായും പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ പൊളിറ്റിക്കൽ സംവിധാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ സംവിധാനമായി പ്രവർത്തിക്കുന്ന ആ വിഭാഗത്തിൻ്റെ മേധാവിയായി നിലവിൽ ചുമതലയുള്ള സലാൽ ബർദവിലിൻ്റെ കൊലപാതകമാണ് നടന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ശക്തമായ ഒരു ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ ശക്തമായ പ്രതിരോധത്തിലൂടെ നേരത്തെ നമുക്കറിയാവുന്നതാണ് ജനുവരി 19 മുതൽ നടപ്പിലായ വെടിനിർത്തൽ ധാരണയെ തീർത്തും ലംഘിക്കുന്ന രീതിയിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ബന്ദികളുടെ മോചനം സാധ്യമാക്കാത്ത ആ വിഷയം തന്നെയാണ് അതിശക്തമായ പ്രതിഷേധത്തിനെ വഴിവെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. നേരത്തെയും ഈ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം നേതാക്കൾ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. കടുത്ത ആക്രമണം തന്നെ നടത്തുക, അല്ലെങ്കിൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക ഹമാസിനെ ഗാസയുടെ നിയന്ത്രണം ഹമാസിനെ ഏൽപ്പിക്കാൻ സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. സ്വാഭാവികമായും മറ്റു പല നിർദ്ദേശങ്ങളും പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഗാസയുടെ നിയന്ത്രണത്തിൽ ഒരു തരത്തിലും ഹമാസ് വേണ്ട എന്ന നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ഐസൻ, രണ്ടാമത്തേത്, ഈ ലെബനൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നു, അതിന് മറുപടിയായി ഇസ്രയേലിൻ്റെ തിരിച്ചടി വരുന്നു, അതുകൂടി. കൃഷ്ണരാജ്, യഥാർത്ഥത്തിൽ ലെബനനിൻ്റെ വ്യവസ്ഥാപിത സർക്കാർ വീണ്ടും ദുർബലമാകുന്നു എന്നതൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് നവംബറിലാണ് വെടിനിർത്തൽ ധാരണ, ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ ധാരണ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ആ വെടിനിർത്തൽ ധാരണ ഉണ്ടായതിന് ശേഷം ലെബനനിൽ വീണ്ടും ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ വീണ്ടും ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ലിറ്റാനി നദിയുടെ അപ്പുറത്തേക്ക് ആ മറുകരയിലേക്ക് ഇസ്രായേലുമായി നേരിട്ട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത കരയിലേക്ക് ഹിസ്ബുള്ളയെ പൂർണ്ണമായും പിൻവലിക്കുക, നിരായുധീകരിക്കുക എന്നീ ആശയങ്ങൾ, എന്നീ നിലപാടുകൾ കൃത്യമായി പറഞ്ഞാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. ആ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയെങ്കിൽ കൂടി അത് നടപ്പാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിൽ നടപ്പാകാത്ത ഒരു വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഹമാസ് ഹിസ്ബുള്ള ശക്തി ആർജിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ നീക്കങ്ങളും പുറത്തു വന്നിരുന്നു. സിറിയയിൽ നിന്ന് ആയുധക്കടത്ത് നടത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തുടർച്ചയായി ഹിസ്ബുള്ള വീണ്ടും സ്വയം ശക്തീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും നിരായുധീകരിക്കപ്പെട്ട ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ ശേഖരിക്കുന്നു. അത് ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ വ്യവസ്ഥാപിത സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഹിസ്ബുള്ളയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിത സർക്കാരും ഹിസ്ബുള്ളയുമായി ചേർന്നുണ്ടാക്കിയ വെടിനിർത്തലിൻ്റെ പ്രസക്തി ഇപ്പോൾ ഇല്ല എന്ന നിലപാടാണ്. തുടർച്ചയായി നിരവധി റോക്കറ്റുകൾ, അതായത് ഡസൻ കണക്കിന് റോക്കറ്റുകൾ എന്നാണ് വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അത്തരത്തിൽ തുടർച്ചയായി റോക്കറ്റ് ആക്രമണം ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് അതിശക്തമായ ഒരു ആക്രമണം. ഒരേ സമയം ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ആക്രമണം നടത്തി കൃത്യമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് നിലവിലെ സൂചനകൾ. തിരിച്ചടി നൽകി ഇസ്രായേൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ PFI ഭീകരർ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം ഏപ്രിൽ 5-ന് ആരംഭിക്കും. വിചാരണ നടപടികൾ സെപ്റ്റംബറിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പേരാണ് പ്രതികൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നു. കിരൺ, വിവരങ്ങൾ.
ദുർഗ 2018 ജൂലൈ 2-നായിരുന്നു SFI നേതാവായിട്ടുള്ള അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിക്കുകയും പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത്. ഈ കേസിലെ സാക്ഷി വിസ്താരമാണ് ഏപ്രിൽ മാസം 5 മുതൽ ആരംഭിക്കാൻ നിൽക്കുന്നത്. ഏതായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കേസിലെ വിചാരണ നടപടികളിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നത്. നേരത്തെ ഈ 2018 ജൂലൈയിലുണ്ടായിരുന്ന സംഭവത്തിന് ശേഷം 2018 സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. 1500 പേജുള്ള കുറ്റപത്രമായിരുന്നു അന്ന് സമർപ്പിച്ചിരുന്നത്. ഇതിൽ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2019 തന്നെ കേസിലെ പ്രാഥമിക വിചാരണ നടപടികളും ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് കോവിഡിനെ തുടർന്ന് ഈ വിചാരണ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക രേഖകളും നഷ്ടപ്പെടുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വിചാരണ നടപടികളിലേക്ക് കടക്കുന്നത്. ഈ കേസിലെ ഈ കുറ്റപത്രം, ഒപ്പം തന്നെ FIR, CRPC മൊഴികൾ തുടങ്ങിയ പല നിർണായക രേഖകളായിരുന്നു കോടതിയിൽ ഇരിക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ രേഖകൾ നഷ്ടപ്പെട്ടതടക്കം പോലീസ് അറിയാതെ പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഏതായാലും പിന്നീട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും വീണ്ടും ഈ രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ രേഖകൾ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും വിചാരണ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളടക്കം പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രതിഭാഗം ഈ രേഖകളുടെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏപ്രിൽ 5 മുതലാണ് ഈ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെ സാക്ഷികളുടെ വിസ്താരമാണ് കേൾക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. അന്തരിച്ച മുതിർന്ന BJP നേതാവ് അഹല്യ ശങ്കറിന് വിട നൽകാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. രാവിലെ 10 മണിക്ക് BJP ജില്ലാ ഓഫീസായ മാരാർജി ഭവനിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിൽ ശ്മശാനത്തിൽ നടക്കും. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, കൂടുതൽ വിവരങ്ങൾ. അന്തരിച്ച മുതിർന്ന BJP നേതാവായിട്ടുള്ള അഹല്യ ശങ്കറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട്ടെ വെസ്റ്റിലുള്ള മാവൂരിലുള്ള ഈ ശ്മശാനത്തിൽ നടക്കും. മാത്രമല്ല 10 മണിക്ക് BJP ജില്ലാ ഓഫീസായ മാരാർജി ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ഇന്നലെ BJPയിലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മാത്രമല്ല ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഈ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് അവസാനമായി ആ കരുത്തുറ്റ വനിതാ നേതാവിനെ കാണാൻ വീട്ടിലേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം, ഈ ജനസംഘ കാലം മുതൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ധീരയായ വനിതാ നേതാവ് കൂടിയാണ് ഈ അഹല്യ ശങ്കർ. ഈ ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ജനസംഘത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് അഹല്യ ശങ്കർ എത്തുന്നത്. മാത്രമല്ല, ഈ 1975 അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ സർക്കാർ വിരുദ്ധ സമരം നയിക്കുന്നതിനും ഒളിപ്പോർ നയിക്കുന്നതിനും ഒളിവിൽ ഇരുന്നു കൊണ്ട് ഈ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു ലഘുലേഖ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനും ഒക്കെ തന്നെ വേണ്ടി പ്രവർത്തിച്ച ഒരു ധീരയായ വനിതാ നേതാവ് കൂടിയാണ്. ഈ BJP ഈ ജനസംഘത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച ആൾ കൂടിയാണ്. ഈ BJP രൂപീകരണ യോഗത്തിലടക്കം പങ്കെടുത്ത വനിത കൂടിയാണ് ഈ അഹല്യ ശങ്കർ. അങ്ങനെ ഈ ഒരു കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ പോലും അഹല്യ ശങ്കർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ സാന്നിധ്യം അവിടെ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഏറ്റവും സാധാരണക്കാരിൽ ഇറങ്ങിച്ചെല്ലുകൊണ്ട് അവരിൽ ഒരാളായി പ്രവർത്തിച്ച ആൾ കൂടിയാണ് അഹല്യ ശങ്കർ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞ ആ വീട്ടിലേക്ക് ആളുകൾ ഒരു ജനസാഗരം തന്നെ ആ വീട്ടിലേക്ക് എത്തിയത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ രാവിലെയോടെയാണ് ഈ അസുഖം മൂർച്ഛിച്ചത്. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചും ഈ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഏറ്റവും തീരാ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, അഹല്യ ശങ്കറിന്റെ ഭൗതികദേഹം രാവിലെ 10 മണിക്ക് മാരാർജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കാരം ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിൽ ശ്മശാനത്തിൽ നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ.
20,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ റെയിൽവേ മേഖലയിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസിന് ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിനെ തുടർന്ന് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 7 സ്റ്റേഷനുകളെ സ്റ്റേഷനുകളാക്കും. 35 സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ചടങ്ങിൽ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്ലിയാൽ തുടങ്ങിയവരും പങ്കെടുത്തു. വരുന്നതിന് മുമ്പ് വന്നതാണ്. കഴിഞ്ഞ ഈ ബജറ്റിൽ 3040 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ 300 കോടിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഈ 7 സ്റ്റേഷനുകൾ മോഡേൺ സ്റ്റേഷനാക്കുന്നതിന് വേണ്ടി 2500 കോടി രൂപ, അതുപോലെ തന്നെ ഈ അമൃത് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 2500 കോടി രൂപ, മാത്രമല്ല രാജഗോപാൽ തുടങ്ങി വെച്ചതിൻ്റെ കോട്ടയം വഴിയുള്ളത് തീർന്നു, ബാക്കിയുള്ളതുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ലൈനുകൾ 12,000 കോടി രൂപയാണ് ഇപ്പോൾ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. 20,000 കോടി രൂപ റെയിൽവേക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. കോഴിക്കോട് മാങ്കാവിൽ ഹോട്ടലിൽ തീപിടുത്തം. ഹോട്ടലിന്റെ മേൽക്കൂര കത്തി നശിച്ചു. അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റ് എത്തി തീ അണച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നു. അനഘ, വിവരങ്ങൾ. അല്പം മുമ്പാണ് ഈ കോഴിക്കോട് മാങ്കാവിലുള്ള ഹോട്ടലിൽ തീ പിടിച്ചത്. ഈ ഹോട്ടലിനകത്തുള്ള ഗ്യാസ് സിലിണ്ടർ ലീക്കായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാരും പരിസരത്തെ ആളുകളും ഒക്കെ തന്നെ ചേർന്നാണ് തീ അണച്ചത്. ഉടൻ വീണ്ടുന്ന അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റ് അവിടേക്ക് എത്തുകയും തീ അണയ്ക്കുകയും ചെയ്തു. കാര്യമായ ഈ ഹോട്ടലിനകത്തുള്ള വസ്തുക്കളൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കൃത്യസമയത്ത് ആളുകൾ ഇടപെട്ടതും അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചതും ഒക്കെ തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ പുത്തൻപുഴയുടെ തുടക്കത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് പോയത്. ഒരിക്കൽ കൂടി പോകുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രോത്സവം അവസാന ഘട്ടത്തിലാണ്. ഇന്ന് രാത്രി 7 മണിക്ക് സൗപർണികയിൽ മൂകാംബികയുടെ ആറാട്ട് നടക്കും. രാത്രി ഓലക മണ്ഡപത്തിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ ദേവിയെ ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളിക്കും. അശ്വാരോഹണവും മഹാപൂർണാഹൂതിയും നടക്കുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങുറപ്പും ചേരുന്നു. അരുൺ, ഇപ്പോഴും വലിയ ഭക്തജന തിരക്കാണ്. തീർച്ചയായും ഭക്തജനത്തിലേക്ക് ഇങ്ങനെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് ഇന്നും കടന്നു പോകുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന രഥോത്സവം തന്നെയായിരുന്നു. ഈ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. 10,000ങ്ങളാണ് ഈ രഥോത്സവം കാണുവാനായി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു തിരക്ക് ഇവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദീർഘനേരം വരി നിന്നാൽ മാത്രമേ അമ്മയുടെ ദർശനം സാധ്യമാകൂ. ഇന്ന് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. മലയാളികളായുള്ള തീർത്ഥാടകർ തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതലായി ഈ സന്നിധിയിലേക്ക് എത്തുക. അവരുടെ ഒരു പ്രായങ്ങളിലേക്ക് കൂടി അവർക്ക് എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? ബാലുശ്ശേരിന്നാണ്. എല്ലാ വർഷവും വരാറുള്ളതാണ്? എല്ലാ വർഷവും രഥോത്സവം കണ്ടിരുന്നു? രഥോത്സവം കണ്ടിരുന്നു. എല്ലാ ഒരു രീതിയിൽ പോയിട്ടുണ്ട്, അപകടമൊന്നുമില്ലാതെ. ഇതിന് മുന്നേ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കെയർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഈ രഥോത്സവം കാണാനായി ഇവിടെ എത്തുക എന്നതൊരു മഹാഭാഗ്യമായി തന്നെ, മഹാഭാഗ്യം തന്നെയാണ്. എല്ലാ കൊല്ലവും എല്ലാ സമയത്തും ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യം കിട്ടാറുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ ഇവിടെ എത്തുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് താമസമൊക്കെ ആയിട്ട് സുഹൃത്തുക്കളായിട്ട് വന്നതാണ്. അങ്ങനെ
അങ്ങനെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അമ്മയുടെ ഒരു അനുഗ്രഹം, ആ ഒരു അനുഗ്രഹം തന്നെയാണ് പറയേണ്ടതും. എന്തായാലും അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ, അമ്മ വിളിച്ചാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയൂ. ആ ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയുകയും ചെയ്യുന്നത്. ആ അമ്മയുടെ ഒരു വിളി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ആ ഒരു വിളി എത്തുന്ന സമയത്ത് മാത്രമാണ് ഇവിടേക്ക് എത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനമായിരുന്ന തീർത്ഥാടകരുടെ ഒരു പ്രതികരണങ്ങളിലേക്ക് കൂടി. എല്ലാ വർഷവും ഇവിടെ എത്താറുള്ളതാണ്. എല്ലാ വർഷവും എത്താറുണ്ട്. വർഷത്തിൽ ഒരു 5-6 തവണ എന്തായാലും വരും. പരമാവധി മാസങ്ങളിൽ ഒരു തവണയെങ്കിലും വരാൻ ദേവി അനുഗ്രഹിക്കലുണ്ട്. ഉത്സവത്തിന് എല്ലാ വർഷവും വരും. കനകവർഷത്തിൽ എല്ലാ വർഷങ്ങളും പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കലുണ്ട്. ഒരു വർഷത്തിൽ എന്തായാലും ഒരു ചുരുങ്ങിയത് 5-6 പ്രാവശ്യങ്ങൾ എത്തിച്ചേരും. എല്ലാ വർഷത്തിലും കനകവർഷത്തിൽ പങ്കെടുക്കലുണ്ട്. അമ്മയുടെ സമ്മാനമായിട്ട് ചില നാണയങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അത് അമൂല്യങ്ങളായിരിക്കുന്ന നിധി പോലെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇത്തവണ ഇങ്ങനെ രഥോത്സവത്തിൽ പങ്കെടുത്തിരുന്നോ? നാണയം ലഭിച്ചിരുന്നു? ഈ പ്രാവശ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ കനകവർഷത്തിൽ ഒന്ന് നമ്മുടെ കൈവശത്തിലേക്കും ഒന്ന് നമ്മളെ പോക്കറ്റിലേക്കും അമ്മ ഇട്ട് തന്നു. പോക്കറ്റിലേക്ക് തന്നെ കൃത്യമായിട്ട് വീണു. അങ്ങനെ മഹാഭാഗ്യം കൂടെ നമുക്ക് ഈ പ്രാവശ്യം സിദ്ധിച്ചു. ഈ ഒരു നാണയത്തൊട്ട് ലഭിക്കുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ഇത് അമൂല്യങ്ങളായിരിക്കുന്ന നിധികൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതൊരു വർഷത്തേക്ക് നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. അടുത്ത പ്രാവശ്യങ്ങൾ വന്ന് അമ്മയിലേക്ക് തന്നെ അത് സമർപ്പിക്കും. അതിന് ശേഷം നമുക്ക് ലഭിക്കും. അത് സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്കൊരു ആത്മീയ അനുഭൂതി അത് തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഭക്തസഹസ്രങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഉത്സവ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈകിട്ട് 7 മണിക്കാണ് അമ്മ മൂകാംബിക ദേവിയുടെ ആറാട്ട് നടക്കുക. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 9:30 കൊടിയിറങ്ങുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. കൃഷ്ണരാജ്, മൂകാംബികയിൽ നിന്ന് അരുൺ കൊടുമ്പൂരാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാന ചടങ്ങുകളൊക്കെയും തത്സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ജനം TV, ജനം ടീം എത്തിക്കും. അതിന് ഓരോ ചടങ്ങുകൾ വരുമ്പോഴും ആറാട്ട് നടക്കുമ്പോഴും ഒക്കെ അതുണ്ടാകും. മറ്റു വാർത്തകളിലേക്ക് പോകാം. 5 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. വത്തിക്കാനിലെ ജമേലി ആശുപത്രിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിക്കും. ഫെബ്രുവരി 14 മുതൽ കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, വത്തിക്കാനിൽ നിന്ന് സന്തോഷ വാർത്തയാണ് വരുന്നത്. എപ്പോഴാണ് ആശുപത്രി വിടുക മാർപ്പാപ്പ? തീർച്ചയായും കൃഷ്ണരാജ്, ശുഭവാർത്ത തന്നെയാണ് വത്തിക്കാനിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഏറെ നാളായി. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ 5 ആഴ്ചയായി. ഫെബ്രുവരി 14 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. 2 ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധ കടുത്ത രീതിയിലുണ്ടായി. പക്ഷേ തുടർന്നുള്ള കൃത്യമായ ചികിത്സയിലൂടെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെ ആധുനിക ചികിത്സയെല്ലാം നൽകിയതോടുകൂടി മാർപ്പാപ്പ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് നമുക്കറിയാവുന്നതാണ്. 88 വയസ്സൊക്കെയുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അത്തരം ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ആശുപത്രിയിൽ കഴിയേണ്ടതില്ല. ജമേലി ആശുപത്രിയിലെ വാസത്തിൽ നിന്നും അദ്ദേഹം മോചിതനാവുകയാണ്. അദ്ദേഹത്തെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകുമെന്ന വിവരമാണ് ഏറ്റവും പുതിയതായ വാർത്തയായി പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം വിശ്വാസികളെ ആശീർവദിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വത്തിക്കാനിൽ നിന്നും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് ഒരു തവണ സംസാരിച്ചിരുന്നു. ഒരു ഓഡിയോ മെസ്സേജ് എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇനി അതിനുശേഷം അദ്ദേഹം വീണ്ടും ഈ വിശ്വാസികളെ കാണുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. അതൊരു പക്ഷേ വീഡിയോ കോൺഫറൻസിൽ കൂടി തന്നെയായിരിക്കും. 2 മാസം അദ്ദേഹത്തിന് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അണുബാധ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്ത് തന്നെയായാലും പ്രതീക്ഷ നൽകുന്നൊരു കാര്യം വത്തിക്കാനിൽ നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ മാർപ്പാപ്പ രോഗബാധ വിട്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചുകിടക്കാനായിരിക്കുന്നു. പൂർണ്ണ വിശ്രമത്തിലൂടെ ഇനി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നൽകുന്ന ഒരു സൂചന തന്നെയാണ് വത്തിക്കാനിൽ നിന്നും വരുന്നത്. കൃഷ്ണരാജ്, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മാർപ്പാപ്പ ആശുപത്രി വിടുന്നു. ആശുപത്രിക്ക് പുറത്ത് ആശീർവദിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. നിരന്തരമായി സംസ്ഥാനത്ത് ലഹരിയുടെ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു വാർത്തയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ പിടിയിലായ ഫായിസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി വിഴുങ്ങിയ MDMA പുറത്തെടുക്കാനായി ഇന്ന് ശസ്ത്രക്രിയ നടത്തും. പോലീസ് പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു പ്രതി MDMA വിഴുങ്ങിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നു. അനഘ, ഇന്നാണ് ഫായിസിന് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പോലീസ് നടപടികൾ എന്തൊക്കെയായിരിക്കും?
ദുർഗ, പോലീസിനെ കണ്ടതിനെ തുടർന്നാണ് ഫായിസ് ഈ MDMA കയ്യിലുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് താമരശ്ശേരി പോലീസ് ഈ ഫായിസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ഫായിസിന് ഒരു സ്കാനിംഗ് നടത്തി. ഈ സ്കാനിങ്ങിലാണ് ഈ വയറ്റിൽ കൃത്യമായ ഒരു പാക്കറ്റ് കണ്ടെത്തുന്നത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഫായിസിനെ ശസ്ത്രക്രിയ നടത്തി ഈ വയറ്റിലുള്ള MDMA പൊതി പുറത്തെടുക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വീട്ടിൽ ബഹളം വച്ചതിനെ തുടർന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഈ ഫായിസ് ഇത്തരത്തിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് താമരശ്ശേരിയിലെ ഫായിസിന്റെ വീട്ടിലേക്ക് എത്തുന്നതും. ഈ സമയത്ത് പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് ഫായിസ് തന്റെ കയ്യിലുള്ള ഈ MDMA അടങ്ങുന്ന പൊതി വിഴുങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഫായിസിന്റെ ശസ്ത്രക്രിയ നടത്തി വയറ്റിൽ നിന്ന് MDMA പൊതി പുറത്തെടുക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. ഇന്നാണ് ഫായിസ് ആശുപത്രിയിലെത്തി ഫായിസിന്റെ അറസ്റ്റ് താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ MDMA പുറത്തെടുത്ത് അത് കൃത്യമായി തന്നെ MDMA ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുവാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഈ ഫായിസ് മാത്രമായിരിക്കില്ല, ഈ ഫായിസിനെ ചുറ്റിയുള്ള മറ്റ് കണ്ണികൾ ഉണ്ടാവും. എവിടെ നിന്നാണ് ഫായിസിന് ഈ ലഹരി മരുന്നുകൾ ലഭിക്കുന്നത്, ഈ വിൽപ്പന ആർക്കൊക്കെ ഈ ലഹരി മരുന്ന് ഫായിസിന് മുഖേന എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. ദുർഗ, ശരി. കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ചാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ്. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. കൊല നടന്ന ദിവസം 50,000 രൂപയുടെ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകി. അഫാനെയും അച്ഛനെയും ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. കേസിൽ അന്വേഷണ സംഘം ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, തുടക്കം മുതൽ പറഞ്ഞു കേട്ടതാണ് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് എല്ലാത്തിനും കാരണമെന്ന്. അത് പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുമാണ്. ഇപ്പോൾ അത് ഉറപ്പിക്കുന്നു എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അല്ലേ? നമുക്ക് IPL വാർത്തകളിലേക്ക് അല്ലേ. IPL-ൽ ബാംഗ്ലൂർ റോയൽസ് ചാലഞ്ചേഴ്സിന് വിജയത്തുടക്കം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റിന് തോൽപ്പിച്ച് 175 റൺസ് ലക്ഷ്യം പിന്തുടർന്ന RCB 22 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ജയിച്ചു കയറി. വിരാട് കോഹ്ലിയുടെയും ഫിൽ സോൾട്ടിന്റെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ബാംഗ്ലൂരിന് വിജയം അനായാസമാക്കിയത്. നേരത്തെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെ 50 കൊൽക്കത്തയെ പൊരുതാവുന്ന സ്കോറിലെത്തിച്ചത്. 3 കൊൽക്കത്ത വിക്കറ്റുകൾ വീഴ്ത്തിയ കൃണാൽ പാണ്ഡ്യയാണ് മാൻ ഓഫ് ദി മാച്ച്. ഒരുപക്ഷെ ആരാധകർ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു പോരാട്ടം ഇന്നാണ്. അത് ചെന്നൈ മുംബൈ പോരാട്ടമാണ്. മറ്റൊന്നുകൂടിയുണ്ട്, നമ്മുടെ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് കളിക്കാൻ ഇറങ്ങുന്നു എന്ന പ്രത്യേകത. അങ്ങനെ 2 മത്സരങ്ങളാണ് ഇന്നുള്ളത്. ആദ്യ കളി ഉച്ചയ്ക്ക് 3:30 ഹൈദരാബാദ് സൺറൈസേഴ്സിനെ രാജസ്ഥാൻ റോയൽസ് നേരിടും. രണ്ടാം മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. കരുത്തർ എന്നത് ആ പേരിലാണ് കൂടുതൽ കരുത്തുള്ളത്, കാരണം താരങ്ങൾ മാറി മാറി വരുന്ന സമയമാണ്. പക്ഷേ ആ 2 പേര് കേട്ടാൽ ആരാധകരൊക്കെയും ടെലിവിഷന് മുന്നിലേക്ക് വന്നിരിക്കുന്ന കാഴ്ച. രോഹിത് ശർമ്മ ഒരു വശത്ത്, ഹാർദിക് പാണ്ഡ്യ മറുവശത്ത് ധോണിയുടെ ടീമാണ്. അപ്പോൾ എന്താകും ആ പോരാട്ടം? വിവരങ്ങൾ നൽകാൻ അർജുൻ ഒപ്പം ചേരുന്നുണ്ട്. അർജുൻ, 2 മത്സരങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മുംബൈ ഇന്ത്യൻസ് കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള 3 ടീമുകളിലൊന്ന് എന്ന് ഞാൻ പറയും. ഇപ്പോൾ 4 ടീമായി രാജസ്ഥാൻ റോയൽസ് കൂടി അതിലേക്ക് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ. അപ്പോൾ ചെന്നൈ മുംബൈയും നേർക്കുന്നത് വരുന്നു. മറുവശത്ത് സഞ്ജു ക്യാപ്റ്റനായല്ലാതെ കളിക്കാൻ ഇറങ്ങുന്നു. ഇന്നത്തെ മത്സരം ആവേശത്തിൻ്റെ അങ്ങേയറ്റത്താകും അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, നമുക്കറിയാം ഇന്ന് IPL പോരാട്ടത്തിൽ നിന്ന് 2 മത്സരങ്ങളാണ് ഉള്ളത്. ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ആദ്യ മത്സരം. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. ഇതിൽ തീർച്ചയായും ഒരു മേൽക്കൈയുള്ളത് ഹൈദരാബാദിന് തന്നെയാണ്. കാരണം നമുക്കറിയാം സൺറൈസേഴ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഒരേ ഒരു വട്ടം മാത്രമാണ് രാജസ്ഥാനെ തോൽപ്പിക്കാനായിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കറിയാം അവിടുത്തെ ബാറ്റിംഗ് പിച്ച്, ഹൈദരാബാദ് ഗ്രൗണ്ടിലെ ബാറ്റിംഗ് പിച്ച് കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ രാജസ്ഥാന് യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, നിതീഷ് റാണ,
അതുപോലെ റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിങ്ങനെ വലിയൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. മറുവശത്ത് നോക്കുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം ഹൈദരാബാദ് സൺറൈസേഴ്സ് വലിയ സ്കോറുകൾ അടിച്ചു കൂട്ടുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, പുതുതായി ടീമിലെ അംഗമായി വന്ന ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ പാറ്റ് കമിൻസ്, നായകൻ പാറ്റ്. അതായത് ഈ ഒരുപക്ഷെ ഒരു 2020 ടീമിൽ ഇത്രയേറെ അപകടകാരികളായ ബാറ്റർമാർ ഒരുമിക്കുന്ന ഒരു ടീമാണ്. അഭിഷേക് ശർമ്മയാകട്ടെ, ഹെഡ് ആകട്ടെ, അങ്ങനെ ഒരു വലിയ നിര അവിടെയുണ്ട്. അതാണ് ഈ പറയുന്ന മുൻതൂക്കം ഹൈദരാബാദിന് കൊടുക്കുന്നത്. അതെ, തീർച്ചയായും കൃഷ്ണരാജ്. നമുക്കറിയാം ഇപ്പോൾ തന്നെ ഓപ്പണർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അഭിഷേക് ശർമ്മ ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാവിസ് ഹെഡാണ് മുൻ സീസണിൽ കളിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഇഷാൻ കിഷൻ, ഇടങ്കയനായി ഇഷാൻ കിഷൻ ടീമിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഇഷാൻ കിഷൻ അതൊരു ഓപ്പണർ പൊസിഷൻ നൽകിയിട്ട് പകരം ട്രാവിസ് ഹെഡിനെ തിരിച്ച് താഴെ രണ്ടാമത് 1 ഡൗൺ ആയിട്ട് ഇറക്കാനും സാധ്യതയുണ്ട്. നമുക്കറിയാം നായകൻ പാറ്റ് കമിൻസ് ഇറങ്ങുന്നത് വരെയും അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വലിയ ഒരു ഉടുനീളൻ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. ബോളിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മുഹമ്മദ് ഷമിയുണ്ട്, അതുപോലെ ആദം സാംബ സ്പിന്നർ, ഓസ്ട്രേലിയൻ സ്പിന്നർ ആദം സാംബയുണ്ട്. മറുവശത്ത് രാജസ്ഥാനാണെങ്കിലും പേസർ ജോഫ്ര ആർച്ചർ, അതുപോലെ തുഷാർ ദേശ്പാണ്ഡെ എന്നിങ്ങനെ വലിയൊരു ലൈനപ്പാണുള്ളത്. ഇതുമാത്രമല്ല, രണ്ടാമത്തെ മത്സരം നമുക്കറിയാം IPL തന്നെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമാണ് രണ്ടാമത്തെ മത്സരം. ചെന്നൈ ചേപ്പോക്ക് MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. നമുക്കറിയാം സ്പിൻ അനുകൂല പിച്ചാണ് ചേപ്പോക്കിലേത്. എന്നിരുന്നാലും ഇത് കളി വലിയൊരു സ്കോറുകൾ പടുത്തുയർത്താനും അതുപോലെ അത് ചേസ് ചെയ്ത് കളി ആവേശകരമാകാൻ സാധ്യതയുണ്ട്. ചെന്നൈയുടെ സ്കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ നായകൻ ഋതുരാജ് ഗെയ്ക്വാഡാണ് നായകൻ. രച്ചിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി, ശിവം ദൂബെ, സാം കുറൻ, ജഡേജ, MS ധോണി, അശ്വിൻ എന്നിങ്ങനെ ഒരു താരനിര ചെന്നൈക്കുണ്ട്. മറുവശത്ത് നമ്മൾ മുംബൈയുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യ ആദ്യ മത്സരം കളിക്കില്ല. കാരണം കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ 1 മാച്ച് ബാൻ കിട്ടിയിരുന്നു സ്ലോ ഓവർ റേറ്റിനെ തുടർന്ന്. പിന്നെ ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലുണ്ടായ ഒരു ലോവർ ബാക്ക് ഇഞ്ചുറിയെ തുടർന്ന് ബുംറയ്ക്കും ആദ്യത്തെ ചില മത്സരങ്ങൾ നഷ്ടമാവും. ഇവരുടെ മുംബൈയുടെ ബാറ്റിംഗ് ലൈനപ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുൻ നായകൻ രോഹിത് ശർമ്മ, അതുപോലെ റിയാൻ റിക്കിൾട്ടൺ, തിലക് വർമ്മ, നമൻദീർ, പിന്നെ ഇപ്പോഴത്തെ നായകൻ, ഈ കളിയിലെ നായകൻ നമ്മുടെ സൂര്യകുമാർ യാദവ് എന്നിങ്ങനെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് മുംബൈ ഇന്ത്യൻസിനുണ്ട്. ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും മുംബൈയിലേക്ക് തിരിച്ചു വന്ന ട്രെൻഡ് ബോൾട്ട് ടീമിന് ഒരു വലിയ അസറ്റ് തന്നെയായിരിക്കും. മറുവശത്താണെങ്കിലും സ്പിൻ ആനുകൂല്യ പിച്ചായതുകൊണ്ട് ആർ അശ്വിൻ പിന്നെ ലെഫ്റ്റ് ആം സ്പിന്നറായ രവീന്ദ്ര ജഡേജ എന്നിവർക്ക് വലിയ ആനുകൂല്യമാണ് അവരുടെ തന്നെ ഹോം പിച്ചിലുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മുംബൈയുടെ ബോളിംഗ് ലൈനപ്പിലാണെങ്കിലും നമുക്കറിയാം മിച്ചൽ സാന്നർ ഉണ്ട്. ഇവർക്ക് ന്യൂസിലൻഡിൻ്റെ ക്യാപ്റ്റനായ മിച്ചൽ സാന്നർ മുംബൈ ഇന്ത്യൻസിനാണ് കളിക്കുന്നത്, സ്പിന്നറാണ്. അപ്പോൾ ഇതൊരു വാശിയേറിയ പോരാട്ടം തന്നെ ആയിരിക്കും. എടുത്തു പറയേണ്ട ഒരുപിടി താരങ്ങൾ മുംബൈ ടീമിലും ചെന്നൈ ടീമിലുമുണ്ട്. അത് അല്ലെങ്കിൽ തന്നെ ഒരു ആവേശ പോരാട്ടമാണ്. ഒരുപിടി മികച്ച താരങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആ ആവേശം ഇരട്ടിയാകും. മറുവശത്ത് സഞ്ജു ബാറ്ററായി കളിക്കാൻ വരും. പക്ഷേ റയാൻ പരാഗാകും ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ. ഏതായാലും 2 ആവേശ പോരാട്ടങ്ങൾ. ഇന്നലെ തന്നെ വെടിക്കെട്ടിന് തിരുകൊളുത്തി കളഞ്ഞു വിരാട് കോഹ്ലിയും രഹാനെയും ഫിൽസാൾട്ടും ഒക്കെ ചേർന്ന് മികച്ചൊരു കളിയായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായി ബാംഗ്ലൂർ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇന്നും അതേ ആവേശം IPL-ൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അർജുൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ 2ാം ക്ലാസ്സുകാരൻ നെയ്തൽ ഡി അൻസേര. പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാവുക എന്നൊരു സ്വപ്നം കൂടി സഫലമാകാനുണ്ട് നെയ്തലിന്. ഏപ്രിൽ 12 മുതൽ 18 വരെ ഗ്രീസിൽ സംഘടിപ്പിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നെയ്തൽ. ചെസ് എന്നാൽ ഒരു സവര്യയാണ് ഈ 10 വയസ്സുകാരന്. ചടുലമായ നീക്കത്തിലൂടെ എതിരാളിയെ തറപറ്റിക്കുന്ന മിടുക്ക്. വീട്ടിൽ ചേട്ടൻ നിർമ്മലുമൊത്തു തുടങ്ങിയ കളികൾ, പിന്നീട് ചേട്ടനെ കളിയിൽ തോൽപ്പിച്ചു തുടങ്ങി നെയ്തൽ. 2024 ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനക്കാരനുമായിരുന്നു നെയ്തൽ.
മൈസൂരുവിൽ നടന്ന അഖിലേന്ത്യാ ചെസ് ചാമ്പ്യൻഷിപ്പിലും നെയ്തൽ പങ്കെടുത്തിരുന്നു. മൈസൂരുവിലെ പ്രകടനമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് നെയ്തൽ ഡി അൻസേരയെ എത്തിച്ചത്. ഞാൻ കുറേ സ്റ്റേറ്റ്സിലും ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. പ്രൈസൊക്കെ കുറേ എണ്ണം ഇരിപ്പുണ്ട്. ഞാൻ ഏപ്രിൽ 12 തൊട്ട് 18 വരെ ഗ്രീസിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബ്ലിക്സ് ആൻഡ് റാപ്പിഡ് കളിക്കാൻ പോവാണ്. ചെസ് കളിയോടുള്ള നെയ്തലിന്റെ താല്പര്യവും കഴിവും മനസ്സിലാക്കിയതോടെ അച്ഛൻ ധീരേഷും അമ്മ സിമിയും മകന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു തുടങ്ങി. 6 വയസ്സ് കഴിഞ്ഞപ്പോൾ മൂത്ത ആളിനെ അച്ഛൻ പഠിപ്പിച്ചു. അവർ കളിക്കുന്നത് കണ്ടിട്ടാണ് ഇവനും ആദ്യമായിട്ട് അതിൻ്റെ ഒരു താല്പര്യം പറഞ്ഞത്. പിന്നെ ചേട്ടനുമായിട്ട് തന്നെയായിരുന്നു ആദ്യം ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ചേട്ടനും അച്ഛനും രണ്ടുപേരുടെയും കൂടെ കളിച്ചിരുന്നു. കുറച്ചങ്ങ് തന്നെ പഠിച്ച ശേഷം മൂത്താളെ തോൽപ്പിക്കാൻ തുടങ്ങി ഇളയാൾ. അങ്ങനെയാണ് ഞങ്ങൾ ഇവന് ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം ഇവിടെ അടുത്തൊരു അക്കാഡമിയിൽ ആദ്യം മോനെ കൊണ്ട് ചെന്നപ്പോഴേക്കും അവിടുത്തെ സാറ് കുറേയധികം ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതെല്ലാം കോയിൻസിൻ്റെ എണ്ണം, കോയിൻസിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ തന്നെ പറഞ്ഞുവൻ. അപ്പോൾ അവിടുത്തെ സാറ് തന്നെ പറഞ്ഞു ഇവന് നല്ല ടാലൻ്റ് ഉണ്ട്, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കളിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യം സ്കൂളിൽ നിന്നൊരു കോമ്പറ്റീഷന് പോയ അപ്പം തന്നെ നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്തു. ജില്ലാ, സംസ്ഥാന, അഖിലേന്ത്യാ തലത്തിൽ 20-ലധികം ടൂർണമെന്റുകളിൽ കിരീട നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഈ 10 വയസ്സുകാരൻ. ആലപ്പുഴ തുമ്പോളി മാതാ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നെയ്തൽ ഡി അൻസേര. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ. അപ്പോൾ 2 മണിക്കൂർ പൂർണ്ണമാകുന്നു. അപ്പോൾ നമ്മൾ നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അവർ അത് ശ്രദ്ധിച്ച് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു നല്ല ദിവസം അത് തുടങ്ങി, ഇനി തുടരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അത് ആശംസിക്കുന്നു. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.